പ്രിയമുള്ളവരെ, ബിഷപ്പ് ഡോക്ടർ പൗലോസ് മാർ പൗലോസിൻ്റെ അനുസ്മരണവും സ്മാരക പ്രഭാഷണവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എത്ര ഗുണകരമല്ല എന്ന് നമുക്കറിയാം. കാരണം ബസ് സമരം കാരണം പൊതുവേ ആളുകളുടെ വരവ് കുറയും. ബസ്സില്ലാത്തതുകൊണ്ട് തന്നെ ഒരു അന്തരീക്ഷം അത്ര സുഖകരമല്ല. ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. എങ്കിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണിത്. പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നത് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ഡോക്ടർ ബിഷപ്പ് ജോസ് അവർകളാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു 2 വർഷത്തെ ആലസ്യത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കൂടി വരുവാനുള്ള ഒരു സന്ദർഭം ഒരുങ്ങിയത് ഇത്രയും പേരെങ്കിലും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. വിസ്മരിക്കപ്പെടാത്ത ഒരു നാമമാണ് ബിഷപ്പിൻ്റെ എന്ന് നാം ഇപ്പോഴും ബോധപൂർവം മനസ്സിൽ കരുതുന്നു എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ചും മാറി വരുന്ന ഓരോ ദിവസവും വളരെ നിർണായകമായ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ബിഷപ്പ് ഡോക്ടർ പൗലോസ് മാർ പൗലോസ് ഉണ്ടായിരുന്നുവെങ്കിൽ നിശബ്ദനായിരിക്കില്ല എന്ന ബോധം നമ്മെ ആ സ്മരണം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഭാരതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഗൗരവമായ ഒരു ചോദ്യം ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചുമുണ്ട്. അവിടെ പ്രതിരോധത്തിൻ്റെ ഒരു ശബ്ദമുണ്ടാവുക എന്നുള്ളത് നിർണായകമാണ്. ഞാൻ വളരെ അത്ഭുതപ്പെടുന്ന ഒരു ദിവസമാണിന്ന്. ഈ ഭാരതത്തെ അതിൻ്റെ സ്വഭാവത്തിന് നിരക്കാത്തൊരു ശൈലിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ പാർലമെന്റിൽ കുറേ അംഗങ്ങൾ ഒച്ചയുണ്ടാക്കാൻ പോകുന്നത് കല്ലിടിലിനെ കുറിച്ചാണ് എന്ന് കേൾക്കുന്നത് അലോസരവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന വിഷയമാണ്. അത്തരം സാഹചര്യത്തിൽ കടന്നുപോയ ബിഷപ്പ് പൗലോസിൻ്റെ സ്മരണ നമ്മെ ശബ്ദിക്കുന്നവരാക്കി തീർക്കേണ്ടതാണ്. അതാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്തധികാരം? അധികാരമില്ലാതിരിക്കെ തന്നെ അധികാരം ഉണ്ട് എന്ന ധാരണയിൽ ഭൂരിപക്ഷവും നിശബ്ദരായിരിക്കുമ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വളരെ നിർണായകമാണ്. ഞാനിന്ന് 1-2 മാധ്യമങ്ങളിൽ നോക്കി. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതല്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. തീർച്ചയായിട്ടും ബിഷപ്പ് ഡോക്ടർ പൗലോസ് മാർ പൗലോസിൻ്റെ സ്മരണ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തോടൊപ്പം കുറച്ചു കാലമെങ്കിലും പ്രവർത്തിച്ച ഫാദർ ജോസ് ചിറ്റിലപ്പള്ളി ഇന്ന് സ്മരിക്കപ്പെടുന്നു. സ്വന്തം സമൂഹത്തിൽ വിപ്ലവത്തിൻ്റെ ഒരു ശബ്ദം ഉയർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന് അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ പരിക്കും താങ്ങിക്കൊണ്ടാണ് അദ്ദേഹം അന്ത്യം വരെ ഇവിടെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കേണ്ടതുണ്ട്. ദീർഘമായ ഒരു ആമുഖത്തിന് ഞാൻ മുതിരുന്നില്ല. തിരുവിതാംകൂറിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറിയ ധാരാളം ആളുകളുണ്ട്. ഈ കുടിയേറി എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട് എന്ന് ഞാൻ
ചിലയിടങ്ങളിൽ പറയാറുണ്ട്. പക്ഷെ അതല്ലാതെ ഉള്ള ധാരാളം പേരുണ്ട്. കുടിയേറുമ്പോൾ തന്നെ അവനവൻ്റെ കാര്യം നോക്കി ഇത്തിരി കൃഷിയും വൈകുന്നേരം ഇത്തിരി സോമപാനം ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ധാരാളമാണ്. അങ്ങനെ അല്ലാത്ത ഒരു ഫിലിപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ അടുത്തൊരു ചെറിയ ഗ്രാമത്തിൽ, വെള്ളിക്കുളങ്ങര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിച്ചു. അദ്ദേഹം തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിനും കുടുംബത്തിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ചില്ലറ പരിക്കൊക്കെ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അടുത്ത തലമുറയിലേക്കും തൻ്റെ തത്വശാസ്ത്രവും തൻ്റെ അടിസ്ഥാന ചിന്തയും പകർന്നു പോകുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള മുഖ്യ പ്രഭാഷണത്തിൻ്റെ ഡോക്ടർ ബീന ഫിലിപ്പ്. ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ നിന്ന് കുറേക്കൂടെ വടക്കോട്ട് മാറി ജീവിതം തുടരുകയും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് നടക്കുകയും അതോടൊപ്പം തൻ്റെ പിതാവ് കൽപ്പിച്ച ആ ദീപം കെടാതെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു മാധ്യമം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഞാനത് വിശ്വസിക്കുന്നില്ല വാസ്തവം. കാരണം ഉള്ളിൽ അഗ്നിയുള്ള ഒരു മനുഷ്യനും അങ്ങനെ വിശ്രമിക്കാൻ ഒക്കില്ല. ഒരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. ആ മേഖലയിൽ നിന്ന് സ്വാഭാവികമായി പിരിയേണ്ടി വന്നാൽ കുറെ കൂടെ വിശാലമായൊരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സൗകര്യമായി, സാധ്യതയായി അതിനെ അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങൾ ധാരാളം. അതിലൊരാളായിട്ടാണ് ശ്രീമതി ഡോക്ടർ ബീന ഫിലിപ്പിനെ ഞാൻ കാണുന്നത്. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നതിൽ ഉള്ള അത്യധികമായ സന്തോഷം അറിയിക്കുകയാണ്. ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയും അതുപോലെ പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്ന മഹതി തീർച്ചയായിട്ടും കോഴിക്കോടിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും ശൈലിയും നിലനിർത്താൻ ബാധ്യസ്ഥയാകുമ്പോൾ അത് വിമോചനാത്മകമായ ഒരു ധാരണയോടുകൂടെ ഇന്ന് ചിന്തിക്കുന്ന വിഷയവും അത് തന്നെയാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരാവശ്യം കേരള സമൂഹത്തിൽ വളരെയധികമാണ്. ഇക്കാലത്ത് 3 വയസ്സ് പ്രായമായ പെൺകുട്ടിക്ക് പോലും സുരക്ഷിതയായി ജീവിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് മറ്റു മേഖലകളെ കുറിച്ച് പറയേണ്ടതില്ല. സ്വാഭാവികമായിട്ടും അത് ശ്രീമതി ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീമതി ഡോക്ടർ ബീന ഫിലിപ്പിന് ഡോക്ടർ പൗലോസ് ട്രസ്റ്റിൻ്റെ വ്യക്തിപരമായ എൻ്റെ ഈ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ സ്വാഗതം ആശംസിക്കാം. നമ്മുടെ അധ്യക്ഷൻ നമുക്ക് അപരിചിതനായ മനുഷ്യനല്ല. ഡോക്ടർ ബി ഇക്ബാൽ ഇപ്പോൾ ആളുകൾ മാസ്ക് ധരിക്കണമോ വേണ്ടയോ എന്ന് നിർദ്ദേശിക്കുന്ന വളരെ ഫലവത്തായി ഈ കോവിഡ് കാലത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് വിരമിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും തീർച്ചയായിട്ടും പ്രവർത്തന സജ്ജമായ ഒരു ജീവിതം നയിക്കുന്ന ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഡോക്ടർ ബി ഇക്ബാലിന് സ്നേഹപൂർവ്വം സ്വാഗതം അരുളുകയാണ്. ബഹുമാന്യനായ ഡോക്ടർ
മറപ്രയം തിരുമേനി തീർച്ചയായിട്ടും മാർ പൗലോസ് തിരുമേനിയുടെ മുൻഗാമിയും സഹപ്രവർത്തകനും സഭയുടെ അധ്യക്ഷനും ഒക്കെയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മിക്കവാറും നാട്ടിലുണ്ടായെങ്കിൽ ഈ സമ്മേളനത്തിന് അനുസ്മരണത്തിന് വരാറുണ്ട്. ഇന്ന് അത്ര ആരോഗ്യമല്ല എങ്കിൽ പോലും ഇതിൽ വരണമെന്ന് വളരെയധികം താല്പര്യപ്പെട്ട അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹായിയായ ബിഷപ്പ് ഔദ്യൻ കുര്യാക്കോസ് തിരുമേനി തീർച്ചയായിട്ടും അടുത്ത തലമുറയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ ഈ ട്രസ്റ്റിൻ്റെ അംഗമാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാത്യൂസും ഉണ്ട്. വേദിയിലെയും സരസിലെയും ഏവരെയും വളരെ സന്തോഷത്തോടും ആദരവോടും കൂടെ ഈ ഡോക്ടർ പൗലോസ് മാർ പൗലോസ് അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ബി ഇക്ബാലിനെ ക്ഷണിക്കുന്നു. മാർ എഫ്രേം തിരുമേനി, ഡോക്ടർ യൂഹന്നാൻ മാർ ഫിലിത്തോസ് മെത്രാപ്പോലിത്ത, ആരാധ്യായ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ഗുരുജനങ്ങളെ, പ്രിയമുള്ളവർ, 2 വർഷത്തെ കോവിഡ് ഇടവേളകൾക്ക് ശേഷം ബിഷപ്പ് ഡോക്ടർ പൗലോസ് മാർ പൗലോസ് അനുസ്മരണം ഇന്നിവിടെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫാദർ ജോസഫ് ചിറ്റിലപ്പള്ളിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു സ്മാരക പ്രഭാഷണവും ഇന്നിവിടെ നടക്കുന്നു. ഇന്നിവിടെ അനുസ്മരണ പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നമ്മുടെ എല്ലാ അനുസ്മരണ സമ്മേളനങ്ങളും ആവർത്തിച്ച് പറയാറുള്ളത് പോലെ ഡോക്ടർ പൗലോസ് മാർ പൗലോസ് ജീവിച്ചിരുന്നെങ്കിൽ ഏറെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, 73-74 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നിട്ട് 25 വർഷം കഴിയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 25 വർഷത്തെ അനുഭവങ്ങൾ, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. കോവിഡ് കാലം അതിനൊരു തടസ്സം സൃഷ്ടിച്ചെങ്കിലും ധാരാളം പഠനങ്ങൾ അത് സംബന്ധിച്ച് നടക്കും. അന്ന് ഡോക്ടർ പൗലോസ് മാർ പൗലോസ് അതുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും അന്ന് ജനകീയ ആസൂത്രണ പരിപാടിയുടെ ഭാഗമായിട്ട് അന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്, ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. അന്ന് ആസൂത്രണ ബോർഡ് അംഗം എന്നുള്ള നിലയിൽ നിരവധി പരിപാടികൾ തൃശ്ശൂർ ജില്ലയിൽ പങ്കെടുക്കാനും അതിൽ ചില പരിപാടികൾ അദ്ദേഹം സംസാരിക്കുന്നത് നേരിട്ട് കേൾക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അല്പം അകന്നു നിന്നുകൊണ്ടാണെങ്കിലും വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരുന്ന ഒന്നായിരുന്നു അധികാര വികേന്ദ്രീകരണം. അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം ഞാനും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 3 കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ ജനകീയ ആസൂത്രണ പരിപാടിയുടെ സവിശേഷത ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, അദ്ദേഹം നമുക്കറിയാത്ത ഒരു ജനാധിപത്യവാദിയായിരുന്നു. പക്ഷെ ജനാധിപത്യത്തെ ഇന്നുള്ള തലത്തിൽ നിന്ന് കുറെ കൂടി താഴെ തട്ടിലേക്ക്, ഗ്രാസ് റൂട്ട് ഡെമോക്രസി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ജനകീയ ആസൂത്രണ പരിപാടിക്ക് കഴിയും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. രണ്ടാമതായിട്ട്, കേരളം നേരിടുന്ന വികസന മുരടിപ്പ്, ഒരു ഭാഗത്ത് കേരള വികസന മാതൃകയെക്കുറിച്ചൊക്കെ പ്രകീർത്തിക്കുമ്പോഴും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പല മേഖലകളിലും വികസന മുരടിപ്പ് നേരിടുന്ന കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി ജനപങ്കാളിത്തത്തോടുകൂടി
മറികടക്കാനുള്ള ഒരു ശ്രമമായിട്ടും അദ്ദേഹം ഈ ജനകീയ ആസൂത്രണ പരിപാടിയെ ശരിയായി വിലയിരുത്തി. മൂന്നാമത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മേയർ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് സ്ത്രീകളുടെ സാക്ഷരത, ഒരു ശാക്തീകരണം. കാരണം അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം 1/3 അന്ന് തുടക്കത്തിൽ 1/3 തെരഞ്ഞെടുത്ത പ്രതിനിധികൾ വനിതകളാകണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. മാത്രമല്ല അതിൻ്റെ പദ്ധതികളുടെ തയ്യാറെടുപ്പിലും സ്ത്രീകളുടെ പദ്ധതികൾക്ക്, വനിതാ പദ്ധതികൾക്ക് ഊന്നൽ കൊടുത്തിരുന്നു. പിന്നീട് 50%-ലേറെ, ഇപ്പം 50%-മാണ് മാൻഡേറ്ററി. 50% ആളുകൾ ജനപ്രതിനിധികളെ വനിതകളാകണമെങ്കിലും അത് കൂടുതൽ കേരളത്തിലുണ്ട്, നമുക്കറിയാം. കാരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഘടകം. ആരോഗ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുന്നു, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടത്തുന്നു. ഡോക്ടർമാരുടെ എണ്ണം, ആരോഗ്യ മേഖലയിലെ മുതൽ മുടക്ക് തുടങ്ങിയ ഒത്തിരി ഘടകങ്ങൾ. പക്ഷേ വിവിധ രാജ്യങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്നുള്ള ഒരു നിഗമനം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ, ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരമാണ്. ആരോഗ്യത്തിൽ എത്രയോ പണം കൂടുതൽ മുടക്കുന്ന പല രാജ്യങ്ങളിലും ആരോഗ്യ മേഖലയിൽ മുന്നോട്ട് പോകാത്തവർക്ക് സ്ത്രീകളുടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരം പുറകോട്ട് നിൽക്കുന്നു. അത് വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം നന്നാകുമ്പോൾ ആരോഗ്യം നന്നാകും. ഇതാണ് കേരളത്തിലെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്, നമുക്കറിയാം. പക്ഷെ അത് മാത്രം പോരാ. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അധികാരത്തിൻ്റെ അധികാരം എന്ന് പറയുന്നതിൻ്റെ മോശം അർത്ഥത്തിലല്ല, നല്ല അർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന തലങ്ങളിലേക്ക് സ്ത്രീകൾ ഉയരണം. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളായിട്ട് വന്നപ്പോൾ സംഭവിച്ചത്. അത് അവരവിടെ നിന്നുമില്ല, ഒരു അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടായി, മുന്നോട്ട് പോയി. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന, നമുക്കൊക്കെ അറിയാവുന്ന, അവരുടെ പേരുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല, MLA-മാരായി, MP-മാരായി, മന്ത്രിമാരായി, അല്ലേ, ഒരു സ്ഥാനക്കയറ്റമല്ല, ഒരു അപ്വേർഡ് മൊബിലിറ്റിയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് സ്ത്രീ ശാക്തീകരണം സംഭവിച്ചത്. അതാണ് ഇന്നത്തെ വിഷയവുമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുകൊണ്ടാണ്. ഈ കോവിഡ് കാലം എന്ന് പറയുന്നത് പാൻഡമിക്, മഹാമാരിയുടെ കാലമാണ്. ആ മഹാമാരിയുടെ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, മഹാമാരി എന്ന് പറയുമ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാം. മരണനിരക്ക്, പോസ്റ്റ് കോവിഡ് സിൻഡ്രോം തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു തിരശ്ചീന മഹാമാരിയെ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്, ഒരു പാൻഡമിക്. അത് സ്ത്രീകൾ നേരിടുന്ന സവിശേഷമായ ദുരിതങ്ങളാണ്. എല്ലാവരെയും അത് ബാധിക്കുന്നുണ്ട്, പക്ഷെ സ്ത്രീകളെ സവിശേഷമായ ദുരിതത്തിലേക്ക് നയിക്കുന്നു. സാധാരണ പാൻഡമിക്കുകളെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഷാൻഡോ പാൻഡമിക്, അതാണ് തിരശ്ചീന മഹാമാരി എന്ന് പറയുന്നത് ഷാൻഡോ പാൻഡമിക്. കാരണം സാധാരണ മഹാമാരികളെ കുറിച്ച് പറയുന്നത് ഞാൻ അത് നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒരേപോലെ ബാധിക്കുന്നതാണ്. ഒരർത്ഥത്തിൽ ശരിയാണ്. വി ആർ ഓൾ ഇൻ ഇറ്റ് ടുഗദർ എന്ന് പറയാറ്. ദ കിങ്സ് ആൻഡ് എംപറേഴ്സ്, രാജാക്കന്മാരെയും സാമ്രാജ്യപതികളെയും, ദ പ്രോഫറ്റ്സ് ആൻഡ് ദ ഫറോസ്, പ്രവാചകന്മാരെയും ഫറോകളെയും, ദ റിച്ച് ആൻഡ് ദ പൂവർ, ദരിദ്രരെയും ധനികരെയും എല്ലാം ഒരുപോലെ ബാധിക്കുന്നു പറയാറ്. ഇത് പൂർണ്ണമായിട്ട് ശരിയല്ല. വലിയ അസമത്വം സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ലോകചരിത്രത്തിൽ മഹാമാരികൾ കടന്നുപോയതായിട്ട് നമ്മൾ കാണുന്നത്. എല്ലാവരും ഒരുപോലെയല്ല ബാധിക്കുന്നത്. അതിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ തിരശ്ചീന മഹാമാരി എന്ന് പറയുന്ന ഷാഡോ പാൻഡമിക് എന്ന് പറയുന്നത്. ധാരാളം പഠനങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം എടുത്താലും, ഇരട്ട ജോലിഭാരം നോക്കിയാലും, ഗാർഹിക പീഡനം എടുത്താലും എല്ലാം തന്നെയും സ്ത്രീകളാണ് ഇതിനേറ്റവും ദുരിതം അനുഭവിക്കുന്നത്. പക്ഷേ മഹാമാരികൾ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും അധികം പങ്കെടുക്കുന്ന ഡോക്ടർമാർ തൊട്ട് നമ്മുടെ ആശാവർക്കർമാർ വരെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് പറയത്തില്ലേ, പറഞ്ഞു പോകാറുള്ളതിൻ്റെ എടുത്ത് അതിൽ 75-80% സ്ത്രീകളാണ്. അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്ന സംഭാവന. പക്ഷെ അതേ അവസരത്തിൽ അതിന് മറുവശമുള്ളതും കൂടെ സൂചിപ്പിക്കുകയാണ്. കാരണം വിഷയം അതായതുകൊണ്ട് ഈ കോവിഡ് മഹാമാരി തെളിയിച്ചൊരു കാര്യം, ഇതിന് സമാന്തരമായി സാർവദേശീയമായി സ്ത്രീകളുടെ ശാക്തീകരണവും സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാം. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്,
കോവിഡ് മഹാമാരി നേരിടുന്നതിൽ വിജയിച്ച രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചപ്പോൾ വിശദമായിട്ട് പല ഘടകങ്ങൾ എടുത്തിട്ടാണ്. അതിലാദ്യത്തെ 7 പേരും സ്ത്രീകൾ ഭരിച്ച രാജ്യങ്ങളാണ് മുന്നോട്ട്. ബംഗ്ലാദേശിലാകാം, ഷെയ്ഖ് ഹസീന, ന്യൂസ്, അതുപോലുള്ള നിരവധി രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ 7 പേരും വനിതകൾ ഭരിച്ച രാജ്യങ്ങളാണ്. കാരണം അവർ കുറച്ചൊരു സമഷ്ടി സ്നേഹവും അതുപോലെ എല്ലാ ആളുകളുമായിട്ട് ആലോചിച്ച് ജനപങ്കാളിത്തത്തോടു കൂടി ജനാധിപത്യപരമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാണ് പുരുഷന്മാർ ഭരിക്കുന്ന രാജ്യങ്ങൾക്കാണ് അവർ നേടാൻ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തും, നമ്മളെല്ലാം വാക്സിനേഷൻ എടുത്തവർ അവിടെ ഇരിക്കുന്നത്. ലോകത്ത് ഇന്ന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട വാക്സിൻ എല്ലാം തന്നെ കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും മെഡോണയുടെ വാക്സിൻ ആണെങ്കിലും ഫൈസറിൻ്റെ എല്ലാ കണ്ടെത്തലിൻ്റെ പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് വനിതാ ശാസ്ത്രജ്ഞരാണ്. നമ്മളെല്ലാം എടുത്തിട്ടുള്ള കോവിഷീൽഡ് കണ്ടെത്തിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സാറാ ഗിൽബർട്ട്. ആ പേര് നിങ്ങളെല്ലാവരും ഓർക്കണം ദയവായിട്ട്, നമ്മളെല്ലാവരും എടുത്താണ്. സാറാ കാതറിൻ ഗിൽബർട്ട് എന്നാണ് അവരുടെ പേര്. ട്രിപ്ലറ്റ് 3 കുട്ടികളാണ് അവർക്കുള്ളത്. നമ്മളിവിടുത്തെ ഭർത്താക്കന്മാരെ പോലെയല്ല, 3 കുട്ടികൾ ജനിച്ചപ്പോൾ ഭർത്താവ് ജോലി രാജിവെച്ച് അവർ കുട്ടികളെ നോക്കാൻ. അതുകൊണ്ടാണ് അവർക്ക് ശാസ്ത്രരംഗത്ത് സംഭാവനയായത്. മരുന്ന് ആദ്യമായിട്ട് അവർ കുത്തിവെക്കുന്ന സ്വന്തം മക്കൾക്കാണ്. അവർക്ക് 21 വയസ്സുണ്ട്. അവരിപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കണം, വെക്സേഷൻ എന്നുണ്ട്. അതിലവർ ഇക്കാര്യം വിശദീകരിച്ചു. അതുപോലെ തന്നെയാണ് mRNA വാക്സിൻ കണ്ടെത്തിയത്. എന്തിനാ ഇന്ത്യയിലെ കോവാക്സിൻ്റെ കാര്യം പലരും പറയുന്നത് എനിക്കറിയാം. ഡോക്ടർ സുമതിയാണ്. സുമതിയുടെ ഒരു ബയോഗ്രഫിക്ക് വേണ്ടി ഞാൻ തപ്പി നടക്കുന്നത്. ഭാരത് ബയോടെക്കിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സുമതിയാണ് കോവാക്സിൻ കണ്ടെത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അപ്പോൾ ഈ 7 വാക്സിൻ എടുത്താൽ 7 എണ്ണത്തിന് പ്രധാന സംഭവിച്ചത്. ഇനി സാഹിത്യരംഗത്തെടുത്താലും ആദ്യമായിട്ട് കോവിഡിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം ചൈനയിൽ നിന്ന്, അതും ഒരു വനിതാ സാഹിത്യകാരിയാണ്. വുഹാൻ ഡയറി എഴുതിയിട്ടുള്ളതും ഒരു എഴുത്തുകാരി. അപ്പോൾ ഈ കോവിഡ് കാലത്തെ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സമാനം. ഒരു ഭാഗത്ത് സ്ത്രീകളുടെ മഹത്തായ സംഭാവനകൾ നമുക്കിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ സ്ത്രീകളുടെ ശക്തി കൊണ്ടാണ്. മറുഭാഗത്ത് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും. ഈ വൈരുദ്ധ്യം കേരളത്തിലുണ്ട്. ഒരു ഭാഗത്ത് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മൾ പത്രം എടുത്താൽ ദിവസവും വായിക്കുന്നത് അല്ലേ, സ്ത്രീ പീഡനത്തെക്കുറിച്ചും ഗാർഹിക പീഡനത്തെക്കുറിച്ചും പോക്കോ കേസുകളെ കുറിച്ചൊക്കെയാണ്. ആ 2 വശവും അതിരിക്കട്ടെ. പക്ഷെ എങ്കിൽ തന്നെ പൊതുവിൽ പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു ശാക്തീകരണം നടക്കുന്നുണ്ടതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ ആരാധ്യായ മേയർ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അതുപോലെ ഡോക്ടർ ചിറ്റിലപ്പള്ളിയുടെ അനുസ്മരണ പ്രഭാഷണം ഇതോട് വന്നതും അതും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സാക്ഷാ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം. അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞത്. സാക്ഷാ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അല്ലേ ജനകീയാസൂത്രണ പരിപാടി വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു, കണ്ടിന്യൂറ്റായിട്ട് വന്നതാണ്, തുടർച്ചയായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടും കൂടിയാണ് നിൽക്കുന്നത്. ഈ 2 പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ബിഷപ്പ് ഡോക്ടർ മുഹമ്മദ് പൗലോസിനെ അതുപോലെ തന്നെ ഡോക്ടർ ഫാദർ ജോസഫ് ചിറ്റിലപ്പള്ളിയെയും അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ വചനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. എനിക്കൊരു തെറ്റുപറ്റി. ഇപ്പാൽ എന്നുള്ളത് ഹോൾ സ്ക്വയറാണ്. ക്ഷമാപണത്തോടു കൂടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ PS ഇക്ബാലിനെ ആദരപൂർവ്വം ക്ഷമാപണത്തോടെ സ്വാഗതം ചെയ്യുന്നപ്പോൾ ഞാൻ അപ്രയത്തിൻ്റെ പേരെ ശുദ്ധമായി അനുസ്മരണം നിർവഹിക്കുന്നതാണ്. സഹോദരങ്ങളെ, എനിക്ക് വലിയ സുഖമില്ലാതിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം. എങ്കിലും പൗലോസ് അനുസ്മരണ യോഗങ്ങളിൽ എല്ലാ വർഷവും മുടങ്ങാതെ വരിക എന്നുള്ളത് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുന്ന പതിവുണ്ട്. ഈ പ്രാവശ്യവും അതുകൊണ്ട് വലിയ സുഖമില്ലെങ്കിലും വരണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചു. ഇവിടെ വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള തിരുവേദിയെക്കുറിച്ച് 2 വാക്ക് പറയാനുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ട് വളരെയധികം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വാസ്തവത്തിൽ ഒരു 1.5 വയസ്സ് എൻ്റെ താഴെയാണ് അദ്ദേഹം. ഞങ്ങൾ 2 പേരും ഏകദേശം ഒരേ സമയത്തൊക്കെ പഠിച്ച്
ഞാൻ അമേരിക്കയിൽ നിന്ന് പഠിച്ച് മടങ്ങി വരുമ്പോൾ ഇറാഖിൽ വെച്ച് എൻ്റെ മുറിയുടെ താക്കോൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അമേരിക്കയിലേക്ക് അദ്ദേഹം പുറപ്പെടുകയും ഞാൻ താമസിച്ച മുറിയിൽ തന്നെയാണ് അദ്ദേഹം ഒരു വർഷം പ്രിൻസ്റ്റണിൽ താമസിച്ച് MTH പഠിച്ചത്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ അടുത്ത ബന്ധങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേർ എന്നുള്ളത് കൊണ്ട് ഈ തിരുമേനിയെക്കുറിച്ച് 2 വാക്ക് പറയേണ്ടത് എൻ്റെ ഒരു കടമയാണ്. എല്ലാ കാര്യത്തിലും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ പലതും ഞങ്ങൾക്ക് പള്ളി കേസുകൾ മൂലം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് 1 വർഷത്തേക്കാണ് പോയതെങ്കിലും 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് മടങ്ങി വരാവുന്നൊരു സാഹചര്യം നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ തുടരാമെന്ന് തീരുമാനിക്കാനുണ്ടായിരുന്നു. അങ്ങനെ 5 വർഷത്തോളം അവിടെ താമസിച്ച് ടെക്സാസിൽ പോയി 1 വർഷം പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ ഇരുന്നു. പ്രത്യേക കോഴ്സൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ കാലിഫോർണിയയിൽ പോയതിന് ശേഷമാണ് സാൻ ഫ്രാൻസിസ്കോയിൽ പോയി MA ചേരുകയും പിന്നീട് അവിടെ തന്നെ താമസിച്ച് കാർൽ മാർക്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ നടത്തുകയും അങ്ങനെ അദ്ദേഹം ഡോക്ടറേറ്റ് അവിടെ നിന്ന് കാലിഫോർണിയയിൽ നിന്ന് എടുക്കുകയുണ്ടായി. അതാണ് പൗലോസ് മാർ പൗലോസ് തിരുമേനിയുടെ പഠനങ്ങൾ. ജീവചരിത്രം ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് മടി കൂടാതെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ പേടി കൂടാതെ കാര്യങ്ങൾ പറയും. അത് എപ്പോഴും എല്ലാവർക്കും സ്വീകാര്യമല്ല എന്ന് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെ ആളുകളുടെ സ്വീകാര്യത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം സ്വന്തം അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വരുമായിരുന്നു. ഏത് വിഷയം വന്നാലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സാധാരണ ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള ചിന്താഗതികളാണ്, അഭിപ്രായ പ്രകടനങ്ങളാണ് പൗലോസ് മാർ പൗലോസ് തിരുമേനി എപ്പോഴും നടത്തിയിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് നാം ചെയ്യുന്നത് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരിച്ച ദിവസം എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരു അനുസ്മരണം നടത്തുകയാണ്, അദ്ദേഹത്തെ ഓർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഓർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ നാം ഓർപ്പിക്കപ്പെടുവാൻ, എല്ലാ വർഷവും ഓർപ്പിക്കപ്പെടുവാൻ ഒരവസരമൊരുക്കുകയാണ്. പൗലോസ് മാർ പൗലോസ് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങൾ ശരിയായി ഉപയോഗിക്കുകയും അമേരിക്കയിലുണ്ടായ അവസരങ്ങൾ അവിടെ വേറെ മാർഗ്ഗമില്ല എന്നൊരു മടങ്ങാനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടും മറ്റും അവിടെ താമസിക്കുകയാണ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും അത് പഠിച്ച് ഒരു ഡോക്ടറേറ്റ് എടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയും അങ്ങനെ കാർൽ മാർക്സിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ആഴമായിട്ട് പഠിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ കാർൽ മാർക്സ് ക്രിട്ടിക് ഓഫ് റിലിജൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനം ആണ് അദ്ദേഹം നടത്തിയത്. അവിടെ ചിലർ ചോദിക്കുക, എങ്ങനെയാണ് പള്ളിയിലും പോയി പഠിക്കാൻ പോയിട്ട് പള്ളി കാര്യങ്ങൾ പഠിക്കാതെ കാർൽ മാർക്സിനെ കുറിച്ച് പഠിച്ചത്? ഇതെല്ലാം പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വിഷയം അദ്ദേഹം നന്നായി പഠിക്കുകയും അവിടുന്ന് ഡോക്ടറേറ്റ് സമ്പാദിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അങ്ങനെ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു എന്ന് പറയാം. എൻ്റെ കീഴിൽ അദ്ദേഹം പ്രവർത്തിച്ചു. എൻ്റെ ചുമതലകൾ അതിനെ സഹായിച്ചു പല വിധത്തിലും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇട വന്നിട്ടുണ്ട് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ ഇടപെടാറില്ല. ചിലപ്പോൾ ചോദിക്കും, എന്താ അഭിപ്രായങ്ങൾ നിയന്ത്രിക്കാത്തത്? ഞാൻ പറഞ്ഞു, നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങളെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നത്. ഏതായാലും സഭയിലെ ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിനും സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വളരെ ഉത്സാഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെയാണ് ബ്ലോക്ക് ഉണ്ടെന്ന് കേട്ടപ്പോൾ എന്നൊരു ഓപ്പറേഷൻ കൊണ്ട് കഴിച്ചേക്കാം, ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായല്ലോ, നമുക്ക് ഓടി കളിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് അങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു പോകുന്നത്. അവിടെ നിന്ന് കടന്നു അദ്ദേഹത്തിന് അവിടെ വെച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. എന്തൊക്കെയായാലും ഒരു പ്രത്യേകമായ വിധത്തിൽ ജീവിതത്തെ ഓടി പഠിച്ചും പ്രവർത്തിച്ചു.
നമ്മുടെ മുമ്പിൽ ജീവിച്ച് നമ്മിൽ നിന്ന് കടന്നുപോയ പൗലോസ് തിരുമേനിയെയാണ് നാം ഈ സമയത്ത് അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ എല്ലാ അഭിപ്രായങ്ങൾ ഞാൻ സമയം അധികം എടുക്കാതെ ചുരുക്കി പറയുന്നു. അദ്ദേഹത്തോടുകൂടെ പ്രവർത്തിക്കാൻ പല കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പൗലോസ് തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ വാക്കുകളെ ഞാൻ സംഹരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. അനുസ്മരണ പ്രഭാഷണത്തിനായി ശ്രീ PS പാൽ അവരുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ വി ഇക്ബാൽ, ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥി കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, അഭിവന്യരായ ബിഷപ്പുമാരെ, സുഹൃത്തുക്കൾ, ഫാദർ ജോസ് ചിറ്റിലപ്പിള്ളിയെ അനുസ്മരിക്കുക എന്ന ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കത്തോലിക്ക പുരോഹിതനായ ജോസ് ചിറ്റിലപ്പിള്ളിയെ അനുസ്മരിക്കുവാൻ എനിക്കെന്താണ് അർഹത, ഞാനുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്രരായ ജനങ്ങളുടെ പക്ഷത്ത് നൈതിക ജാഗ്രതയോടെ നിലയുറപ്പിച്ച മഹാനായ പുരോഹിതനായിരുന്നു ബിഷപ്പ് മാർ പൗലോസ്. നമുക്കറിയാം, ക്രിസ്തുവിനെയും ബുദ്ധനെയും മാർക്സിനെയും ഗാന്ധിജിയെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സാർവലൗകിക മനുഷ്യനെ സ്വപ്നം കണ്ട ആ പൗലോസ് തിരുമേനിയുടെ പാതയിലേക്ക് നടന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഫാദർ ജോസ് ചിറ്റിലപ്പിള്ളി. കഴിഞ്ഞ ജനുവരി 30 അദ്ദേഹം അന്തരിച്ചു. 71ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആദർശങ്ങളാണോ താൻ പിന്തുടരേണ്ടത്, സഭയുടെ താല്പര്യങ്ങളാണോ സംരക്ഷിക്കേണ്ടതെന്ന വലിയ ആത്മസംഘർഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫാദർ ജോസ് ചിറ്റിലപ്പിള്ളി ഞാനുമായി ബന്ധപ്പെടുന്നത്, ഞാനന്ന് 981 ഫാദർ ജോസ് ചിറ്റിലപ്പിള്ളി തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ SFIയുടെ സ്ഥാനാർത്ഥിയായി സെൻറ് തോമസ് കോളേജിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അന്ന് തൃശ്ശൂർ ജില്ലയിലെ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എന്നെയും ജോസ് അച്ഛനെയും ബന്ധിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. 980 വളരെയധികം പ്രത്യേകതയുണ്ട്. കേരളത്തിലെ കാമ്പസുകൾ തന്നെ ആ പ്രത്യേകത ഏറ്റുവാങ്ങിയതാണ്. അടിയന്തരാവസ്ഥ അവസാനിക്കുന്നു. ഇന്ത്യയിൽ പതിറ്റാണ്ടുകൾ ഭരണമുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തുപോകുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലേക്ക് വരുന്നു. അത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്വഭാവത്തിന് വ്യത്യസ്തമായി KSU പോലുള്ള സംഘടനകൾ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ കാമ്പസുകളിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു വസന്തത്തിൻ്റെ ആഗമനം കൂടി സൂചിപ്പിച്ച കാലഘട്ടമായിരുന്നു 980. ഇത് മാത്രമല്ല, ലോകത്തെമ്പാടും പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ തെരുവുകളിൽ ലാറ്റിൻ അമേരിക്കയിലെ കൽക്കരി തൊഴിലാളികളോടൊപ്പം കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പത്തിനും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിനുമെതിരായി കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന മനുഷ്യരോടൊപ്പം പുരോഹിതർ ഒന്നുചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഫാദർ ജോസ് ചിറ്റിലപ്പിള്ളി തൃശ്ശൂരിലെ മറ്റം സ്വദേശിയായ ആ ചെറുപ്പക്കാരൻ അവിടെ വന്ന് വിദ്യാർത്ഥിയായിത്തീരുന്നത്. ഞങ്ങൾ SFIയുടെ പ്രവർത്തനങ്ങളിൽ മറ്റുമെല്ലാം ജോസ് അച്ഛൻ വളരെ താല്പര്യം കാണിച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരാളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നിരന്തരമായ സംവാദം ജോസ് അച്ഛനും ഞങ്ങളുമായിട്ട് നടന്നിട്ടുണ്ട്. അത്തരമൊരു സംവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് എവിടെ നിൽക്കണം. താൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജോസ് അച്ഛൻ അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത്
നിഷേധിക്കാൻ കഴിയാത്ത അഭിശപ്തമായ ഒരു വരേണ്യവൽക്കരണം നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ സമ്പന്നർക്കൊപ്പം ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു വീഴുവാൻ കഴിയുന്നില്ല. ഇന്ന് ആ അസമത്വം അതിലേറെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ നിൽക്കേണ്ട ഏത് പക്ഷത്താണ്? നിശബ്ദനായിരിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ അതേ തിരുമേനിയുടെ ശബ്ദമാണ് ജോസച്ചൻ ഉയർത്തിയത്. നിശബ്ദനായിരിക്കുക എന്നുള്ളത് പാപമാണ്. ഞാനതുകൊണ്ട് പക്ഷം പിടിക്കാൻ നിർബന്ധിതനാവുകയാണ്. ജോസച്ചൻ പറഞ്ഞു, SFI ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടന എന്ന് അതിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കാതെ അവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ അന്വേഷിക്കുന്നില്ല. ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അങ്ങനെ ജോസച്ചൻ SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഇത് വലിയ വാർത്തയാക്കി. കേരളത്തിലെ അങ്ങനെ ഓർക്കുന്നു, കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും അന്നത്തെ കാമ്പസ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ വാർത്തയായിരുന്നു. ജോസച്ചൻ പറഞ്ഞു, എല്ലാവരും സമന്മാരാകുന്ന, അന്യനെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ദൈവരാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ശാസ്ത്രീയമായ പാത നിർണയിച്ചത് കാൾ മാർക്സാണ്. മറ്റാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ ഇവരോടൊപ്പം അണിചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജോസച്ചനോട് പറഞ്ഞു, SFI സ്ഥാനാർത്ഥിയായി അച്ഛൻ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെന്റ് തോമസ് കോളേജിൽ ഒരു ചരിത്രമുണ്ട്. EMS നമ്പൂരിപ്പാടും അച്ഛനും എല്ലാം പഠിച്ചെറിഞ്ഞ സെന്റ് തോമസ് കോളേജ്, സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ച സെന്റ് തോമസ് കോളേജ്, ജോസഫ് മുണ്ടശ്ശേരിയും MP പോളുമെല്ലാം തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന സെന്റ് തോമസ് കോളേജ് അല്ലേ. ഈ പാരമ്പര്യ മൂല്യങ്ങള് താലോലിക്കുന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും സെന്റ് തോമസ് കോളേജിൽ പുരോഗമനത്തിന് നിലപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടായി, അച്ഛൻ മത്സരിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ കത്തോലിക്ക സഭ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ചെയർമാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയാണ്. SFI അങ്ങനെ ജയിക്കുന്ന കലാലയമൊന്നുമല്ല സെന്റ് തോമസ് കോളേജ്. അവര് ജോസഫ് കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ പൊതു സ്ഥാനാർത്ഥിയായിട്ട് ചെയർമാൻ സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്നു. എന്ത് വില കൊടുത്തും അച്ഛനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് നിലപാട്. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അന്ന് രണ്ടാളുകൾ എന്നെ കാണണം എന്ന് പറഞ്ഞു. സെന്റ് തോമസ് കോളേജിൽ ജോസച്ചൻ മത്സരിക്കുമ്പോൾ രണ്ടുപേരും എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ വേഗം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതിലൊരാള് ബിഷപ്പ് ഡോക്ടർ മാർ പൗലോസ് തിരുമേനിയായിരുന്നു. സാധാരണ ബിഷപ്പിന് ചിലപ്പോൾ കാണാൻ വേണ്ടി ഞാനും അന്ന് CP ജോണും എല്ലാം പോകും. കക്ഷി എല്ലാ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും പല ദിവസവും അന്ന് തിരുമേനിയുടെ അടുത്ത് പോയി വരാറുണ്ട്. എന്താണ് ഇത്, പുലിപാല് പിടിക്കുമോ? അന്ന് തിരുമേനിക്ക് കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, എന്ത് വില കൊടുത്തും ജയിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട സംഗതി നമുക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. രണ്ടാമത് SFIയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അന്ന് എറണാകുളം ജില്ലയിലെ ഓഫീസ് സെക്രട്ടറി എന്നോട് പറയുന്നു, EM ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോവുകയല്ല. EMS നമ്പൂരിപ്പാടുമായിട്ട് 2-3 സന്ദർഭങ്ങളിലാണ് നമുക്ക് സംസാരിക്കാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മുഴുവൻ EMS ചോദിക്കുകയാണ്. EMS എല്ലാം കേട്ടിരുന്നിട്ട് EMS പറഞ്ഞു, തോൽപ്പിക്കാൻ വേണ്ടതെല്ലാം അവർ ചെയ്യും, അത്രമാത്രം പറഞ്ഞോളൂ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചാക്രിക ലേഖനങ്ങളെല്ലാം ജീപ്പിലാണ് KICക്കാർ കൊണ്ട് വിതരണം ചെയ്തിരുന്നത്. 100 കണക്കിന് ലേഖനങ്ങൾ, ലഘുലേഖകൾ, വൈദികനോ യുവദാസോ എന്ന് എഴുതിയിട്ടുള്ള പോസ്റ്ററുകൾ, അത്രയും ഭീകരമായ രീതിയിലാണ് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി. എന്നതുപോലെ തന്നെ ഞങ്ങളും ജയിപ്പിക്കാൻ വേണ്ടി സെന്റ് തോമസ് കോളേജിൽ തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുന്നത്. അപ്പോഴാണ് ചില അച്ഛന്മാര് വീണ്ടും കാണുമെന്ന് പറയുന്നു. അച്ഛൻ അനുകൂലിക്കുന്ന, നമുക്കെല്ലാം പ്രത്യാശ നൽകുന്ന രീതിയിൽ കത്തോലിക്ക സഭയിൽ അച്ഛൻ അനുകൂലിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അവസാനം 88 വോട്ടിന് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കത്തോലിക്ക പുരോഹിതൻ സെന്റ് തോമസ് കോളേജിന്റെ ചെയർമാനായിട്ട് വിജയിക്കുകയാണ് ചെയ്തത്. ആ തൃശ്ശൂരിന്റെ കാലഘട്ടം തന്നെ ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. നമുക്കറിയാം, തൃശ്ശൂരിൽ വലിയ ചുമട്ടുതൊഴിലാളി സമരം നടക്കുന്നു. ആ സമരം വ്യാപാരി വ്യവസായി സംഘടനയുടെ രൂപവൽക്കരണത്തിന് ഇടയാക്കുന്നു. ആ സമരം
ആ സമരത്തിൽ വളരെ പ്രകടമായ രീതിയിൽ ഇപ്പോൾ വേറെ ചങ്ങനാശ്ശേരിയിലോ വേറെ എവിടെയോ വിമോചന സമരത്തിന്റെ കേളികൊട്ട് നടക്കുന്നു എന്ന് പറയുന്ന പോലെ തൃശ്ശൂരിൽ അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു അന്തരീക്ഷം സംജാതമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചില പുരോഹിതന്മാരെല്ലാം തെരുവിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ബിഷപ്പ് തിരുമേനിയെ പൗലോസ് തിരുമേനിയാണ് ആ ചുമട്ടുതൊഴിലാളി സമരം അവസാനിപ്പിക്കുന്നത്. പക്ഷെ അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും നമുക്കറിയാം നിരന്തരമായ പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരും അല്ലേ? ആ തിരഞ്ഞെടുക്കപ്പെട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രകടനം അല്ലേ? ഒരു ഭാഗത്ത് തൃശ്ശൂരിൽ ഈ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രകടനത്തോടുകൂടിയാണ് അച്ഛൻ്റെ ആ സ്വീകരണ പരിപാടി അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു ഇതൊരിക്കലും SFIയുടെ വിജയമായിട്ടല്ല ഞങ്ങൾ പറഞ്ഞത്. ഫാദർ ജോസ് ചിറ്റിലപ്പള്ളി ക്രിസ്തുവിൽ നിന്ന് അകലുകയില്ല, ക്രിസ്തുവിന്റെ പാതയിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അച്ഛൻ വീണ്ടും തൻ്റെ ഇടവകകളിൽ അല്ലെങ്കിൽ മറ്റു രംഗങ്ങളിൽ അച്ഛൻ മനുഷ്യർക്ക് വേണ്ടിയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട നിന്ദിതരും പീഡിതരുമായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അച്ഛൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ 1989 നവംബർ മാസം 18-ാം തീയതി വെള്ളരക്കാട് പള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ, 2 ജീപ്പിൽ കുണ്ടുകുളം തിരുമേനി അയച്ച ആളുകൾ ചെന്ന് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ഫാദർ ജോസ് ചിറ്റിലപ്പള്ളിയെ ബലമായിട്ട് പിടിച്ചു മാറ്റി അദ്ദേഹത്തെ മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു. പിന്നീട് പാസ്റ്റൽ ഡ്യൂട്ടിയിൽ നിന്ന് പൗരോഹിത്യ പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുന്നു. അങ്ങനെ വേറെ കുറെ കൂടുതൽ അച്ഛന്മാർ ക്രിസ്ത്യൻസ് ഫോർ റാഡിക്കൽ ആക്ഷൻ CRA എന്ന സംഘടനയുടെ പേരിൽ അച്ഛൻ്റെ കൂടെ നിരവധി അച്ഛന്മാരുണ്ടായിരുന്നു. 89 നവംബർ 18-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായെങ്കിൽ ജോസ് അച്ഛൻ തളർന്നില്ല. അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. പിന്നീടാണ് ചരിത്രമായി തീർന്ന ഇന്ത്യയിലെമ്പാടും നിരക്ഷരതയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടക്കുന്ന കാലഘട്ടമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ. അച്ഛൻ ബീഹാറിലേക്ക് പോകുന്നു. ഭാരത് ജ്ഞാൻ വിജ്ഞാന സമിതിയുടെ ബീഹാറിലെ അതിൻ്റെ കോർഡിനേറ്റർ ആകുന്നു. അച്ഛൻ സേവനത്തിന്റെ പാത തുടരുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ക്രിസ്തുവിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ആ ഫാദർ ജോസ് ചിറ്റിലപ്പള്ളി ഈ കഴിഞ്ഞ ജനുവരി 31 അന്തരിച്ചു. അന്ന് ഞങ്ങൾ അച്ഛനെ മത്സരിച്ചപ്പോൾ അച്ഛൻ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, വെള്ളിയടിച്ച ശവക്കല്ലറയിൽ നിന്നും ഇതാ ഒരു മഹാമനുഷ്യൻ ഉയർന്നു വരുന്നുവെന്ന്. അന്ന് SFIയുടെ തെരഞ്ഞെടുപ്പ് നോട്ടീസിന്റെ തലക്കെട്ടതായിരുന്നു, വെള്ളയടിച്ച ശവക്കല്ലറയിൽ നിന്നും ഞങ്ങളൊരു മഹാമനുഷ്യനെ കണ്ടെടുക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലണ്ടനിലുള്ള കാൾ മാർക്സിന്റെ ഹൈഗേറ്റ് സെമിത്തേരിയിൽ പോയതിനു ശേഷം OMV കുറിച്ച വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും നിന്റെ വാക്കുകൾ ഇവിടെ ഉണർന്നിരിക്കുന്നു. ഫാദർ ജോസ് ചിറ്റിലപ്പള്ളിയുടെ വാക്കുകൾ ഇവിടെ ഉയർന്നിരിക്കുകയാണ്. ഫാദർ ജോസ് ചിറ്റിലപ്പള്ളിയുടെ സ്വപ്നങ്ങൾ ഇവിടെ വാക്യമാവുകയാണ്. ആ മഹാനായ പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹിക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ആദരണീയ മേയർ ശ്രീമതി ഡോക്ടർ പീന പിലിറ്റനെ ആദരവോടെ ക്ഷണിക്കുന്നു. രണ്ട് അനുസ്മരണ യോഗങ്ങളാണ്, 2 പേരുടെ അനുസ്മരണ യോഗമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷനായ ഡോക്ടർ B. ഇക്ബാൽ, ഇത് അനുസ്മരണ പ്രസംഗം നടത്തിയ ഡോക്ടർ മാർ അപ്രേം മെത്താപോലിത്ത, സ്വാഗതം ആശംസിച്ച ഡോക്ടർ യുഹാനൻ മാർ മിലിത്തോസ് മെത്രാപോലിത്ത, അനുസ്മരണ പ്രസംഗം ജോസ് ചിറ്റിലപ്പള്ളി അനുസ്മരണ പ്രസംഗം നടത്തിയ എൻ്റെ സുഹൃത്ത് PS ഇക്ബാൽ, അതുകൂടാതെ ഇന്ന് നന്ദി പറയുന്ന ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, കൂടാതെ നമ്മുടെ ബാലപ്രേം മെത്രാപോലിത്തോടു കൂടി വന്ന സഹായ മെത്രാൻ, ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം സ്ത്രീ അധികാര വികേന്ദ്രീകരണവും സ്ത്രീ ശാക്തീകരണവും എന്നാണ്. ഇവിടെ
ഡോക്ടർ ഇക്ബാൽ പറഞ്ഞപ്പോഴും അതുപോലെ നമ്മുടെ മിനിത്തോസ് തിരുമേനി പറഞ്ഞപ്പോഴും ഒക്കെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പൗലോസ് തിരുമേനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അത് ജനകീയാസൂത്രണം 25 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ വേളയിൽ തന്നെ അദ്ദേഹം അത് എടുത്ത് പറഞ്ഞിരുന്നു എന്ന് പരാമർശിക്കുകയുണ്ടായി. എനിക്ക് വളരെയധികം സന്തോഷവും കൂടുതൽ കാലം ജീവിച്ചിരുന്നില്ലല്ലോ എന്ന ഒരു ഖേദവും തോന്നി പൗലോസ് തിരുമേനിയെ കുറിച്ച്. തമാശയ്ക്കാണെങ്കിലും ഞങ്ങളൊക്കെ പറയും മാർക്സിസ്റ്റ് പൗലോസ് തിരുമേനി എന്ന് അദ്ദേഹത്തെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെയായിരുന്നു. ലോക ചരിത്രത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും കമ്മ്യൂണിസ്റ്റ് മനസ്സ് ഉണ്ടാകാതിരിക്കാൻ ഇടയില്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവില്ല കേട്ടോ. കമ്മ്യൂണിസം ഒരു മനസ്സാണ്, ഗാന്ധിസം ഒരു മനസ്സാണ്. ഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ മുഴുവൻ വായിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി മുഴുവൻ അറിഞ്ഞിട്ടുമൊന്നും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കഥ കൊടുത്തത് കൊണ്ടൊന്നും ഒരാൾ ഗാന്ധിയനാവില്ല. അത് ഒരാശയമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു ബോധ്യപ്പെടലാണ്. അങ്ങനെയുള്ള ഒരു ബോധ്യപ്പെടൽ, ഒരു ജീവിത രീതി, ഒരു ഉൾക്കാഴ്ച, ഒരു സമീപനം, ഇതെല്ലാമാണ് ഗാന്ധിയന്മാരെയും മാർക്സിസ്റ്റുകളെയും ഒക്കെ സൃഷ്ടിക്കുന്നത്, ക്രിസ്ത്യാനിയെയും. ആ അർത്ഥത്തിൽ ഈ പറഞ്ഞവർ കാൾ മാർക്സ് ആയാലും യേശുക്രിസ്തു ആയാലും ഗാന്ധിജി ആയാലും അവർക്കൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ വിഷമിക്കുന്നവൻ്റെ വിഷമം, തനിക്ക് ചുറ്റുമുള്ളവരുടെ വേദന കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടാൻ അർഹതയുണ്ടെങ്കിൽ, ആ ക്രിസ്ത്യാനി എന്ന് പറയാൻ അർഹതയുണ്ടെങ്കിൽ അത് പള്ളിയിലെ മെമ്പർഷിപ്പ് അല്ല. അത് അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടും ആശ്രയത്തിന് ഞാനുണ്ട്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് ഉറക്കെ പറയലാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി. കഷ്ടമെന്ന് പറയട്ടെ, എല്ലാ പ്രസ്ഥാനവും എല്ലാ തത്വശാസ്ത്രവും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ സ്ഥാപനവൽക്കരിക്കപ്പെടും. സ്ഥാപനങ്ങൾ ആശയമല്ല, അത് വെറും കല്ലും ഇതൊക്കെയാണ്. ആ സ്ഥാപനങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ അന്തസത്ത ചോർന്നു പോവുകയും അതിൽ കർക്കശമായ നിയമങ്ങൾ, ആചാരങ്ങൾ, അച്ചടക്ക നടപടികൾ ഇതൊക്കെ ആവിർഭവിക്കുകയും ചെയ്യും. അതോടുകൂടി ആശയം അപ്രസക്തമാവുകയും ആശയം കൂടുതൽ ഉയരുകയും ചെയ്യും എന്നതാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ കഴിയാത്തവർ, എനിക്ക് ശബ്ദിക്കാതിരിക്കാനാവില്ല, പൂക്കാലമല്ലേ കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതല്ല, വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് പ്രകൃതി പാടുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. ആധുനിക വൈദ്യശാസ്ത്രം അനുസരിച്ച്, ഞാൻ ഡോക്ടർ ഇക്ബാലിൻ്റെ മുൻപിലാണ് സംസാരിക്കുന്നതെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ നന്മ ചെയ്യാനുള്ള പ്രവണതയാണ് കൂടുതൽ. ഈശ്വരനോ പ്രകൃതിയോ ആരോ ആവട്ടെ ഈ ഹോമോസാപ്പിയൻ എന്ന മനുഷ്യനെ സൃഷ്ടിച്ചത്, അവൻ്റെ മസ്തിഷ്കത്തിൽ, അവൻ്റെ ബ്രെയിനിൽ നന്മ ചെയ്യാനുള്ള കഴിവാണ് ജനിക്കുമ്പോൾ ഉള്ളത്. പിന്നെ അതെങ്ങനെയാണ് തിന്മയിലേക്ക് പോകുന്നത്? അപ്പോൾ ഞങ്ങളൊക്കെ BEd പഠിച്ച മാതിരി നേച്ചർ വേഴ്സസ് നേർച്ചർ, പ്രകൃതി. അപ്പോൾ ഉള്ളിലുള്ള ഇനേറ്റ് ആയിട്ടുള്ള ചില വിചാരങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള നന്മയെ എവിടെയൊക്കെയോ സമൂഹം ചീത്തയിലേക്ക് തിരിച്ചു വിടുന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യജന്മമല്ല ഉത്തരവാദി, മനുഷ്യർ ചേർന്ന സമൂഹമാണ് ഉത്തരവാദി. ആ അർത്ഥത്തിലാണ് ഇന്ന് നമ്മൾ 2 പുരോഹിതരെ കുറിച്ച്, ഫാദർ ജോസ് ചിറ്റിലപ്പള്ളിയെയും അതേപോലെ ബിഷപ്പ് മാർ പൗലോസ് തിരുമേനിയെയും കുറിച്ചാണ് ഓർക്കുന്നത്. അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അവരിലെ അംശം നമ്മളിലേക്ക് ആവാഹിക്കുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ കടക്കുകയാണ്. അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് ഡോക്ടർ ഇക്ബാൽ സംസാരിച്ചു. അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ലോക ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പൂർവ്വചരിത്രം എടുത്തു കഴിഞ്ഞാൽ, മോർഗന്റെ പുസ്തകമുണ്ട് ഏൻഷ്യന്റ് സൊസൈറ്റി. ആ ഏൻഷ്യന്റ് സൊസൈറ്റിയിൽ ഏൻഷ്യന്റ് ഫാമിലി
ആ ഫാമിലികളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ, ഒരു ഇവല്യൂഷൻ ഓഫ് സൊസൈറ്റിയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പല സമയത്തായിട്ട് അധികാരം പുരുഷ കേന്ദ്രീകൃതമാവുകയും സ്ത്രീ കേന്ദ്രീകൃതമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ നാളുകളും ഉണ്ടായിട്ടുണ്ട്, അധികാര കേന്ദ്രീകരണത്തിൻ്റെ നാളുകളും മനുഷ്യൻ്റെ ഈ സിവിലൈസേഷൻ്റെ ഒഴുക്കിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് മുൻപുള്ള ഒരു ഇന്ത്യ, രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ, അതായത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഫ്യൂഡൽ വ്യവസ്ഥ തകരുകയും മുതലാളിത്തം പതുക്കെ പതുക്കെ ഉയരുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് നമ്മളെക്കാൾ മുൻപേ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ യൂറോപ്പിലൊക്കെ തന്നെ വ്യാവസായികമായി ഉയർച്ച വരികയും ഫ്യൂഡലിസം താഴുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അപ്പോഴും ഏതാണ്ട് ഒരു ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു, അങ്ങനെയുള്ള സൊസൈറ്റി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകത മനുഷ്യർ, പ്രകൃതി, അതുപോലെ മൃഗങ്ങൾ ഇതൊക്കെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പല സമ്പ്രദായങ്ങളും കൃത്യമായ ഒരു നിയമം വെച്ചുകൊണ്ട് മാത്രമല്ലാതെ ആ നിയമത്തിന് അപ്പുറത്തേക്കുള്ള, പ്രകൃതി ദുരന്തം എന്നത് നിയമത്തിന് അപ്പുറത്തേക്കുള്ളതാണ്, മനുഷ്യൻ്റെ ചില പ്രത്യേക സവിശേഷതകൾ എന്നതും അതിനപ്പുറത്തേക്കുള്ളതാണ്. അതുകൊണ്ട് നാട്ടുനടപ്പ്, ആചാരം, കീഴ്വഴക്കം ഇങ്ങനെ പലതിനെയും ആശ്രയിച്ചിട്ടായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ സമൂഹങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നത്. കൃത്യമായ നിയമം എങ്ങനെയാണ്, അതുകൊണ്ട് ഇയാൾ ജയിലടയ്ക്കണം എന്ന് പറയുന്ന ചില കീഴ്വഴക്കങ്ങൾ ഇല്ലാതില്ല. പക്ഷെ പൊതുവെ സമൂഹം അങ്ങനെയാണ് പോയത്. നേരെ മറിച്ച് വ്യാവസായിക വിപ്ലവം വന്നപ്പോൾ കൃത്യത, കൃത്യത അത് വരികയും അതിനനുസരിച്ച് നിയമങ്ങൾ രൂപപ്പെടുത്തപ്പെട്ട ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് വാസ്തവത്തിൽ കുറേ ഏറെ അഭിവൃദ്ധി ഉണ്ടായി അല്ലെങ്കിൽ പുരോഗമനം ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ അന്നത്തെ വ്യവസ്ഥയിൽ മനുഷ്യൻ സഹായിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിയമം സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മുടെ സാമൂഹ്യമായ അടിത്തറയ്ക്ക് ഇളക്കം ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ മലബാർ കലാപത്തെ കാണുന്നത് തന്നെ വാസ്തവത്തിൽ എന്താണ്? മലബാർ സമരം എന്നാണ് നമ്മളതിനെ കാണുന്നത്. ആ സമയത്ത് ജന്മിമാർക്ക് അല്ലെങ്കിൽ നാടുവാഴികൾക്ക്, അതുമല്ലെങ്കിൽ അധികാരികൾക്കൊക്കെ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അവിടെ ഒത്തുതീർപ്പാക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ അവരെല്ലാം കർശനമായ നിയമചട്ടത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ ദുരിതത്തിന് ഒരു അറുതി വരുത്തുക എന്ന ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിൽ വരുമ്പോഴേക്കും ജനങ്ങളിൽ പകുതി പേർ മരിച്ചിരിക്കും. അതാണല്ലോ ഒരു സർക്കാർ മുറ. നിങ്ങളൊരു ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്തു നോക്കും, പിറ്റേ ദിവസം എത്ര വലിയ പ്രശ്നമായാലും പിറ്റേന്ന് അതിനൊരു പരിഹാരം ഉണ്ടാവും. ഞാൻ വിഷമിക്കുകയാണ് ഒരു മേയർ എന്നുള്ള നിലയിൽ. ഞാൻ മുമ്പത്തെ മേയറായിരുന്ന TP ദാസൻ, ഞങ്ങൾ ദാസേട്ടൻ എന്നാണ് വിളിക്കുക, ദാസേട്ടനോട് ഞാൻ ചോദിച്ചു, എന്താ ദാസേട്ട എത്ര അടിയന്തരമായ ഒരു കാര്യത്തിനും എത്ര സമയമാണ് ഈ കോർപ്പറേഷനിൽ എടുക്കുന്നത്? ദാസേട്ടൻ ചിരിച്ചോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അതാണ് സിസ്റ്റം. ഈ സിസ്റ്റം ഇങ്ങനെ ചലിക്കൂ എന്ന് എഴുതപ്പെട്ട ഈ സിസ്റ്റം വരുമ്പോഴാണ് പലപ്പോഴും സമൂഹത്തിൽ വളരെ വേഗത്തിൽ എടുക്കേണ്ട ചില ആക്ഷനുകൾക്ക് ചിലർക്ക് മാത്രം അധികാരം കൊടുക്കുകയും അത് ഏറ്റവും ആദ്യം വരുന്നത് ഒരു ക്ലർക്കിന്റെ മുമ്പിലായിരിക്കും, ഒരു കോർപ്പറേഷന്. അതേസമയം ഒരു കളക്ടർക്ക് പ്രത്യേക തീരുമാനമെടുക്കാൻ ഉടൻ നിർദ്ദേശം കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു മേയർക്ക് ഏറ്റവും അധികം ആൾക്കാരോട് അടുത്ത് നിൽക്കുന്ന ജനപ്രതിനിധിക്ക് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ 100,000 കടമ്പകൾ കടന്നു പോകണം. സിസ്റ്റം, ആ സിസ്റ്റം വന്നത് ഒരു പരിധിവരെ മുതലാളിത്തത്തിൻ്റെയും അതിന് പിറവി കൊടുത്ത ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണത്തിൻ്റെയും ഒരു ഭാഗമായിരുന്നു. അതാണ് നമ്മുടെ സമൂഹത്തിൽ, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ. ശരിക്കും പറയുകയാണെങ്കിൽ എംഗൽസ് എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്, ഏൻഷ്യൻ സൊസൈറ്റി, അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. അത് ഈ മോർഗൻ എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റിൻ്റെ ഈ ഫാമിലിയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ, അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിന് കൂട്ടിച്ചേർത്തുകൊണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് എംഗൽസ് അത് എഴുതുന്നത്. അതേപോലെ കേരളത്തിലെ പറ്റിയിട്ട് കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന് EMS നമ്പൂതിരിപ്പാടും എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ അധികാരത്തെക്കുറിച്ച്, സ്ത്രീകളുടെ കഷ്ടപ്പാടിനെ കുറിച്ച്, സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് ഒക്കെ അദ്ദേഹവും വിവരിക്കുന്നുണ്ട്.
അധികാര വികേന്ദ്രീകരണം എന്നാണല്ലോ തുടക്കം. അധികാരം വികേന്ദ്രീകരിക്കപ്പെടാൻ തുടങ്ങിയത് ഒരു പരിധിവരെ വികേന്ദ്രീകരിക്കപ്പെടാതിരുന്നാൽ കാര്യം നടക്കില്ല എന്ന ബോധം വന്ന ശേഷമാണ്. അങ്ങനെയാണ് ഒരു രാജാവിന് വിവിധ മന്ത്രികള്, വകുപ്പുമാര്, രാജ്യത്തിന്റെ വിസ്തൃതി കൂടുന്തോറും ഒരു പരിധിവരെ സെൻട്രൽ എല്ലാ അധികാരവും കൈയാളുമ്പോഴും കുറേയേറെ വികേന്ദ്രീകരണങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നാട്ടാചാരങ്ങൾക്ക് വിരുദ്ധമായ കൃത്യമായി എഴുതപ്പെട്ട നിയമങ്ങൾ നടപ്പാക്കിയ ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ അത് എല്ലാ അർത്ഥത്തിലും നമ്മളുടെ മേൽ വെക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ നിയമങ്ങൾ 1935 അവരെഴുതിയ ഒരു ഭരണഘടനയുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ആ രീതിയിൽ നമ്മൾ ഭരിച്ചു പോന്നിരുന്നു. അതിനകത്ത് എല്ലാറ്റിൻ്റെയും ഒരു കൺട്രോൾ ബ്രിട്ടീഷുകാർക്കായിരുന്നു. അവരിവിടെ വന്ന ശേഷം, ഞാൻ നേരത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞില്ലേ, അവരിവിടെ പലപ്പോഴും അവരുടെ വക്താക്കൾക്കാണ്, സായിപ്പന്മാരായിട്ടുള്ളവർ തന്നെ അല്ലെങ്കിൽ അവരുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഇവിടെ തോട്ടം. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ കേരളത്തിലെ പഴയ എല്ലാ എസ്റ്റേറ്റുകളും ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ഏതെങ്കിലും ഒരു വിദേശിയുടെ പേരുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവരിൽ നിന്ന് നമ്മുടെ നാട്ടുകാർ വാങ്ങിയപ്പോഴാണ് നമ്മളുടെയൊക്കെ പേരുകൾ വന്നത് എന്ന് മാത്രം. അപ്പൊ അന്ന് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ചൂഷണം ചെയ്യാൻ അവരുപയോഗിച്ചത് അവരുടെ ആൾക്കാർക്ക് അധികാരവും അവരുടെ ആൾക്കാർക്ക് സാമ്പത്തികം കൈകാര്യം ചെയ്യാനും അവരുടെ ആൾക്കാർക്ക് വ്യവസായം തുടങ്ങാനും അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ്. അത് അധികാര വികേന്ദ്രീകരണമായിരുന്നില്ല, അധികാര കേന്ദ്രമായിരുന്നു. അപ്പൊ ഇവരെല്ലാവരുടെയും കേന്ദ്രം അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും ഉത്തരം പറയേണ്ടത്, അവരെല്ലാവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടായിരുന്നു അവർക്ക് ഉത്തരം പറയേണ്ടിയിരുന്നത്. എന്നിട്ട് നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു? നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറെ പേർ അവരുടെ ജീവൻ ബലി കൊടുത്തു, പഠിപ്പ് ഉപേക്ഷിച്ചു, കുറെ പേർ ജയിലിൽ പോയി, കാണാതായി. ഇതെല്ലാം നമുക്കറിയാമെങ്കിലും അതിൽ വളരെ നിഷ്കളങ്കരായ മനുഷ്യർ, അവർക്ക് സ്വാതന്ത്ര്യം വേണമായിരുന്നു. ഗാന്ധിജി പറഞ്ഞ വാക്കിനെ അവർ വിശ്വസിച്ചിരുന്നു. സെൽഫ് ഗവൺമെന്റ് ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് എന്ന് ഗാന്ധിജി തുറന്നു പറഞ്ഞു. കാരണം ഗാന്ധിജിക്ക് അന്നേ അറിയാം, ഒരു ഗുഡ് ഗവൺമെന്റ് ഇന്ത്യയിൽ വരുന്ന കാര്യം ഗാന്ധിജി അന്നേ സംശയിച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. സെൽഫ് ഗവൺമെന്റ് വരണം, മറ്റുള്ളവർ ഭരിക്കുന്ന ഭരണം എത്ര നന്നായാലും സ്വയം ഭരണാധികാരം ഉണ്ടാവണം എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. കൂടെയുള്ള കുറെ പേർ അതിനുവേണ്ടി മുതിർന്നത് അവർക്ക് അധികാരം കൈയാളാനുള്ള ഒരവസരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യം മാറണം എന്ന് കരുതിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവിടെ സന്തോഷിച്ചവരിൽ കുറെ പേർ ഇനി സായിപ്പിനോട് മറുപടി പറയാതെ ഞങ്ങൾക്ക് തന്നെ ഇവരെ ഭരിക്കാം എന്നുള്ള ഒരു ഉള്ളിലെ ആഹ്ലാദം കൊണ്ടാണ് അവർ സന്തോഷിച്ചത്. അല്ലാതെ ഈ രാജ്യം ഇപ്പോൾ തന്നെ നന്നാക്കി ഇവിടെ ഇപ്പോൾ ജനാധിപത്യം വരുത്തും എന്നൊന്നും വിചാരിച്ചല്ല. പക്ഷേ അവരുടെ ഇടയിലും വളരെ നല്ല മനസ്സുള്ള, മഹത്തായ മനസ്സുള്ളവർ ഉണ്ടായിരുന്നു. അവരിൽ എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു, എല്ലാ ജാതി മതസ്ഥരും ഉണ്ടായിരുന്നു. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ വാസ്തവത്തിൽ ലോകത്തിന് അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രിയാമ്പിൾ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്, ഒരാമുഖം. അവിടെ നമ്മൾ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്ന 2 പദം ചേർത്തില്ലെങ്കിലും ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന പുരോഹിതർക്കറിയാം സെക്യുലർ എന്ന പദത്തിന്റെ ഒറിജിനും അത് ഏതർത്ഥത്തിലാണ് ക്രിസ്ത്യൻ സഭകൾ ഉപയോഗിച്ചത് എന്നും അറിയാവുന്നത് കൊണ്ടായിരിക്കാം അന്ന് ആ പദം ചേർക്കാതെ പോയി. സോഷ്യലിസ്റ്റ് എന്നതിൽ ചേർക്കാൻ നെഹ്റുവിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും അതും ചേർക്കാൻ കഴിയാതെ പോയി. അല്ലാത്ത എന്നാൽ നമുക്ക് എത്രയോ മഹത്തരമായ മൗലിക അവകാശം അതിൽ വന്നു ചേർന്നു. സ്ത്രീ സ്വാതന്ത്ര്യം അതിൽ വന്നു ചേർന്നു. അധസ്ഥിതരായ എല്ലാവർക്കും തുല്യ അവകാശം, സമത്വം കൊടുക്കുന്ന ആശയവും എഴുതി ചേർക്കപ്പെട്ടു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആമുഖമായി വായിക്കുമ്പോൾ ഉള്ളടക്കം ഇതാണെന്ന് തോന്നുമ്പോഴും വരികൾക്കിടയിലും വരികൾക്കപ്പുറത്തും വായിക്കുമ്പോൾ അതിന് വളരെയധികം അധികാര കേന്ദ്രത്തിൻ്റെ സ്വഭാവമുണ്ടായിരുന്നു ആ ഭരണഘടനയ്ക്ക്. ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു ഗ്രാമ സ്വരാജൊന്നും ഇവിടെ വന്നില്ല. ഗാന്ധിജി വിശ്വസിച്ചത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന്. സന്ദർഭവശാൽ പറയട്ടെ, ദുബായ് പോയി അവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് ഡോക്ടർ ശർമ്മ എന്ന ആളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഞങ്ങളുടെ കോഴിക്കോട്ടെ സ്കൂള് വളരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഒരു വലിയ മാതൃക കാണിക്കാൻ അന്നത്തെ ശ്രീ എ പ്രദീപ് കുമാർ MLA
പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് വളരെ പെട്ടെന്ന് ഒരു രൂപം കൈക്കൊണ്ട് അതിന് സഹായിക്കുന്നത് മിസ്റ്റർ ഫൈസൽ എന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഒപ്പമാണ് ഞാൻ ഈ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയത്. അപ്പോൾ ഡോക്ടർ ശർമ്മ എന്നോട് ചോദിച്ചു, ദുബായിയുടെ വളർച്ച കണ്ടിട്ട് എന്തു തോന്നുന്നു, നമ്മുടെ രാജ്യം വളരെ പിന്നിലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ചിത്രശലഭം പോലും ഇല്ലാത്ത, ഒരു പ്രകൃതിയുടെ വ്യത്യാസം പോലും അറിയാൻ സാധിക്കാത്ത കൃത്രിമമായി നിർമ്മിച്ച ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കണ്ടതുകൊണ്ട് എനിക്ക് എൻ്റെ ഇന്ത്യ ഇതുപോലെ ആവണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഒരു നഗരത്തിന്റെ പടപ്പ് കണ്ടിട്ട് അതുപോലെ ഇന്ത്യയിലെ നഗരം മാറണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല എന്ന് തുറന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു ടീച്ചറായിട്ടും അതൊക്കെ തുറന്നു പറഞ്ഞത് അദ്ദേഹം ബഹുമാനിച്ചിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ കുറേയേറെ നല്ല മനുഷ്യരെ കാണാൻ സാധിച്ചു. വളരെ വിശാലമായി ചിന്തിക്കുന്ന, പുരോഗമനപരമായി ചിന്തിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റം എന്നതിൽപ്പെട്ട് നല്ല ആശയങ്ങൾ ഞെരിഞ്ഞമർന്ന് നശിച്ചു പോകുന്ന അല്ലാത്ത സ്ഥലം അവിടെ പോയപ്പോൾ കണ്ടു. അവിടെ ഒന്നോ രണ്ടോ ആൾക്കാരോട് നല്ല കാര്യം തീരുമാനിച്ചാൽ അവരത് യുക്തിസഹമായി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ അവർക്ക് വിഷമമില്ല. നമ്മുടെ നാട്ടിലൊരു വൈസ് ചാൻസലർ വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മൾ വലിയ ജനാധിപത്യം ആണെന്ന് പറയുമ്പോൾ ആധിപത്യം മാത്രമേ ഉള്ളൂ, ജനമില്ലാതായി പോയോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അത് ഞാൻ വിടുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ ഗാന്ധിജിയുടെ ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള കമ്പാരിസൺ ആണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഗാന്ധി അധികാര വികേന്ദ്രീകരണം വരണം എന്ന് ശഠിച്ച ആളാണ്. കാരണം നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയും. ഒരു പരിധിവരെയൊക്കെ ശരിയാണ്, മനുഷ്യരിൽ എല്ലാവരിലും ഈ ഏകത്വമുണ്ട്. അത് ഇനിയിപ്പോൾ ഒരു ഇന്ത്യയിൽ മാത്രമാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂറോപ്പിൽ പോയി നോക്കൂ, അവിടെ പലവിധ രാജ്യങ്ങളാണെങ്കിലും അവർക്കും പല കാര്യങ്ങളിലും എന്തുണ്ട്, ഏകത്വമുണ്ട്. അമേരിക്കയിലെ വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റുകളാണ്, വളരെ വ്യത്യസ്തങ്ങളായ സംസ്കാരവും രീതിയുമുള്ള സ്റ്റേറ്റുകളാണെങ്കിലും അവിടെയും ഏകത്വമുണ്ട്. മനുഷ്യർ ഒരുമിച്ച് വസിക്കുന്നിടത്തെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലായിടത്തും ഒരു ഏകത്വമുണ്ട്. പക്ഷേ നമ്മൾ അതിനെ വളരെ ഒരു റൊമാൻറ്റിക്കായ ഒരു സങ്കല്പമായി കണ്ടുകൊണ്ട് എപ്പോഴും പേർത്തും എടുത്ത് പറയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നത്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഏതെങ്കിലും ഒരു സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കേരളം മാത്രം വിചാരിക്കാൻ ഞങ്ങൾക്ക് ഒരു സംസ്ഥാനത്തിന്റെ സഹായം വേണ്ട, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അരി പിന്നെ പോട്ടെ, കൃഷി ചെയ്തുണ്ടാക്കാന്ന് വിചാരിക്കാം. എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ മറ്റു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുത്തുന്നത്. ആന്ധ്രാപ്രദേശുകാർ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റിന്റെയും സഹായം ആവശ്യമില്ല എന്ന് കരുതിയാൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം വ്യവസായമായിക്കൊള്ളട്ടെ, കൃഷി ആയിക്കൊള്ളട്ടെ, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളായിക്കൊള്ളട്ടെ, വൈദ്യുതി ആയിക്കൊള്ളട്ടെ, ജലമായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ നമുക്ക് പല നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂടി ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നാനാത്വത്തിൽ ഏകത്വം എന്നതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പണ്ട് എനിക്ക് തോന്നുന്നു മൂർക്കോത്ത് കുഞ്ഞപ്പയാണെന്നാണ് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ചായ കപ്പ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഇന്റഗ്രേഷൻ എന്നൊരു കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ത്യ മുഴുവൻ. അപ്പൊ അദ്ദേഹം ഈ ചായക്കപ്പ് ഇങ്ങനെ പൊന്തിയിട്ടിച്ചിട്ട് ചോദിച്ചു, ഈ ചായയിൽ നാഷണൽ ഇന്റഗ്രേഷൻ ഉണ്ട്, ദേശീയോദ്ഗ്രഥനം ഈ ചായയിലുണ്ട്, ഈ കപ്പിലുണ്ട്, കപ്പ് ഓഫ് ടീ ഇതിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല. ഉടനെ അദ്ദേഹം ഈ ഗ്ലാസ്, അന്നത്തെ കപ്പ് പൊക്കിയിട്ട് അതിനടിയിൽ ബംഗാളിൽ ഉണ്ടാക്കിയ കപ്പാണ്. ചായ വന്നതാവട്ടെ നീലഗിരിയിൽ നിന്ന് വന്ന ചായയാണ്. പഞ്ചസാര വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. പാലും വെള്ളവും മാത്രമുണ്ട് എന്ത് ഈ പ്രദേശത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കപ്പിൽ തന്നെ എന്തുണ്ട്, ഒരു നാഷണൽ ഇന്റഗ്രേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നിൽക്കാതെ സാധിക്കില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണത്. നാഷണൽ ഇന്റഗ്രേഷൻ ഉദാത്തമായ ഒരു ആശയമായിരുന്നെങ്കിൽ അതിനെ ഏറ്റവും പ്രാക്ടിക്കലായ പ്രായോഗികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് അന്ന് അദ്ദേഹം അവിടെ ചെയ്തത്. പറയുന്നത് അധികാര വികേന്ദ്രീകരണത്തിൽ ഭരണഘടന, അധികാര വികേന്ദ്രീകരണം എല്ലാ ഡൈവേഴ്സിറ്റികളും, എല്ലാ വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് അതത് പ്രാദേശികമായ ആചാരങ്ങളെയും കസ്റ്റംസിനെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അതത് പ്രദേശത്തിന്റെ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇന്ത്യ പ്രവർത്തിക്കാൻ, കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കാൻ. അതിന് ഒരു ഫെഡറൽ സംവിധാനമുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വയംഭരണം ഉണ്ടെങ്കിലും അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കണം, ആത്യന്തികമായി ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കണം. നമുക്കിവിടെ കൺകറന്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ഇത്രയും കാലം. എന്ത് പറയുമ്പോഴും മലയാളി ചാടി പറയും അത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോഴെന്താണ് കാണുന്നത്? നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ശീലിക്കേണ്ട ചില, നമ്മൾക്ക് ആ ഭരണഘടന എഴുതിയ ആൾക്കാരൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത്ര സ്വജനപക്ഷപാതം. അതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? എവിടെ നോക്കിയാലും ഒരേ അവരവരുടെ ആൾക്കാരെ മാത്രം തിരികെ കയറ്റുക എന്നൊരു ഭാഷ നമ്മൾ പറയാൻ പാടില്ല. യൂണിവേഴ്സിറ്റി തലത്തിൽ പോലും അവരെ നോക്കുന്നത് മെക്കോളെ പ്രഭു പറഞ്ഞ മാതിരി നെപ്പോട്ടിസം ആൻഡ് ഫേവറിറ്റിസം, ഇത് രണ്ടും ഇന്ത്യക്കാരൻ്റെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറയുന്നത്. എല്ലായിടത്തും കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം നെവ്യൂ എന്ന വാക്കിൽ നിന്നാണല്ലോ നെപ്പോട്ടിസം വന്നത്. അപ്പൊ ആ രാജ്യത്തുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്കൊരു വാക്ക് അവിടെ ഉണ്ടായത്. എന്നാലും നമുക്കിവിടെ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിപ്പോ ഈ അടുത്തൊക്കെ ചിലരെയൊക്കെ കുഴപ്പത്തിലാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ട് കാലത്താണെങ്കിൽ ആരും ചോദ്യം ചെയ്യൂല. അതിപ്പോ എന്താ, ബിജുബാബോട് ചോദിച്ചുമാരോ എന്റെ പണിക്കാരൻ ഞാൻ അല്ലാത്തപ്പോൾ എനിക്ക് പണി കൊടുക്കുമോ എന്ന് ചോദിച്ചത്ര സിമ്പിളായി സ്വാഭാവികമായി ജനങ്ങളോട് ചോദിച്ചത്ര ഇന്ന് അങ്ങനെ ഒരു മന്ത്രി ചോദിക്കുകയാണ്, എന്റെ അനിയനെ പിന്നെ ഞാനല്ലാണ്ട് ആരാ പണി കൊടുക്കാന്ന് ചോദിച്ചാൽ നമ്മൾ വിടുവോ അയാളെ? ഇല്ല. അപ്പൊ കാലം മാറുകയാണ്. അവിടെ അധികാര വികേന്ദ്രീകരണം എന്നല്ല ഞാൻ പറയുന്നത്. കാലം മാറുമ്പോൾ മനുഷ്യന്റെ കാഴ്ചപ്പാടും മനുഷ്യരുടെ ശരിതെറ്റുകളെ കുറിച്ചുള്ള വിവേചനവും ഇതിനുള്ള കഴിവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ അധികാരം കിട്ടിയ ശേഷം ഇപ്പൊ നമ്മൾ ഭരിക്കുന്ന ഭരണഘടനയിൽ എന്തുമാത്രം കേന്ദ്രീകൃതമാണ്. ഭൂരിപക്ഷം മാത്രം ശരിയാവണം എന്നില്ല നമുക്കറിയാം. എപ്പോഴും ഭൂരിപക്ഷമല്ല ശരി എന്ന് നമുക്കറിയാം. കാരണം മാസസ് ആർ ലൈക്ക് ആസസ്, they can be led by their noses എന്ന് പറയുന്നത്. കഴുത കെട്ടിയ വണ്ടി, കഴുത വലിക്കുന്ന വണ്ടിയിലെ വണ്ടിത്തണ്ടിലിരിക്കുന്ന വണ്ടിക്കാരൻ തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ വടിയുടെ അറ്റത്ത് ഒരു ക്യാരറ്റ് ചെടി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അത് നേരെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചാൽ അത് കഴുതയുടെ മൂക്കിന്റെ മുകളിൽ നിൽക്കും. കഴുത ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ക്യാരറ്റ്. കഴുത വിചാരിക്കും മുമ്പിലാണ് കാണുന്നത്, നേരെ മുകളിലല്ല, അല്പം എങ്ങനെയാണ് കാണുന്നത്. അപ്പൊ കഴുത മുന്നോട്ട് ഇങ്ങനെ പോകും. കഴുത മുന്നോട്ട് പോകുന്നതോറും വണ്ടിയുടെ കയ്യിൽ, ഇയാളുടെ കയ്യിലിരിക്കുന്ന വടിയും എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോവാണ്. അപ്പൊ they can be led by their noses. ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റിയ സാങ്കേതിക വിദ്യയുടെ കൂടി ആവിർഭാവത്തോടെ സത്യം കാണാൻ, ഉണ്മ ധരിക്കാനുള്ള ഒരവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അധികാര വികേന്ദ്രീകരണം താളുകളിൽ ഒതുങ്ങുകയും പല കാര്യങ്ങളും കേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ എടുക്കുകയും പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ തീരുമാനങ്ങൾ, ആക്ടുകൾ നടത്തുകയും, എന്തിന് അധികം പറയുന്നു, ഭരണഘടനയിൽ മാറ്റം വരുത്താൻ പോലും ഒരു ചർച്ച ചെയ്യാത്ത അവസരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ നമ്മുടെ കൺമുമ്പിൽ ഇന്ന് നമ്മൾ കാണുകയാണ്. അവിടെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന പദം എത്തി നിൽക്കുന്നത്. ഞാൻ ഏറെ പറയുന്നില്ല. എനിക്ക് തന്ന സബ്ജക്റ്റിലെ അധികാര വികേന്ദ്രീകരണം ഇതല്ല എന്നെനിക്കറിയാം. പക്ഷെ ഇത് പറയാതെ ഈ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാനാവില്ല. അത്രമാത്രം പ്രക്ഷുബ്ധമാണ് മനസ്സ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേശിച്ചത് 90കളിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ്, 80ൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ്, 96 നടപ്പിലാക്കിയ നഗരപാലികാ ബില്ല്, അതേസമയം അന്ന് ആരംഭിച്ച, ആ സമയത്ത് തന്നെ ആരംഭിച്ച ജനകീയാസൂത്രണം, ഇതിന്റെ ഒക്കെ വെളിച്ചത്തിൽ നടന്ന അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചാണ് ഈ സബ്ജക്റ്റ് ഇപ്പോൾ സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഞാൻ പറയാതെ തന്നെ അതറിയാം. ഇവിടെ ആരും ചെറിയ കുട്ടികളൊന്നുമല്ല. എല്ലാവരും തന്നെ ഇതൊക്കെ എന്നേക്കാൾ ഏറെ കണ്ടും അനുഭവിച്ചും അതിനുള്ളിൽ പ്രവർത്തിച്ചും വന്നവർ മാത്രമായിരിക്കും ഈ സദസ്സ് എന്ന് ഊഹിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 3-1 സ്ത്രീ സംവരണം എന്ന് പറഞ്ഞപ്പോൾ തത്വത്തിൽ എല്ലാവരും അംഗീകരിച്ചു. പത്രപ്രസ്താവനയും അങ്ങനെ നടത്തി. പക്ഷെ എത്ര പേർ 3-1 സ്ത്രീകളെ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ നിർത്തി എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന് അധികാര വികേന്ദ്രീകരണവും സ്ത്രീകൾക്ക് പങ്കുകൊടുക്കലും നന്നാവും എന്ന് പറഞ്ഞു. അത് ഒരു പക്ഷേ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്ന തോന്നൽ കൊണ്ടായിരിക്കും രാഷ്ട്രീയ ശാക്തീകരണത്തിൽ സ്ത്രീക്ക് മുമ്പ് പങ്ക് കുറവായിരുന്നത് കൊണ്ട് സ്ത്രീകളെ കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് അടിത്തട്ടിൽ നിന്ന് അധികാര വികേന്ദ്രീകരണം അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ അത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലത്തിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് അവിടെയുള്ള മെമ്പർമാർ, കൗൺസിലേഴ്സ്, ഇവർക്കൊക്കെ തന്നെ സ്ത്രീ എന്ത് കൊടുക്കുക? റിസർവേഷനാണ് കൊടുത്തത് കേട്ടോ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു റിസർവേഷന്റെ പിൻബലത്തിലാണ്. റിസർവേഷൻ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ വലിയൊരു റിസർവേഷൻ ഉണ്ട്. ഇത് അധികാര വികേന്ദ്രീകരണമാണോ? ആണോ? ഒരു സംവരണത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.
മേയറായിട്ട്. അല്ല, എനിക്കിവിടെ നിൽക്കാം അല്ലാതെ തന്നെ, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് വികേന്ദ്രീകരണത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. സ്ത്രീക്ക് ഒരു എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ അവസരമാണ് ഭരണത്തിൽ പങ്കാളിത്തം, ഭരിക്കാൻ പങ്കാളിത്തം കൊടുക്കുക. കാൾ മാർക്സ് പറഞ്ഞത് ശരിയാണെങ്കിൽ എല്ലാ ശാക്തീകരണവും ഇക്കണോമിക്കലാണ്. അപ്പൊ സാമ്പത്തിക ശാക്തീകരണം ഇല്ലെങ്കിൽ മറ്റ് ശാക്തീകരണവും ഒക്കെ നിഷ്ഫലം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അത് 100% ശരിയല്ല. സാമ്പത്തികമായി ഒന്നുമില്ലാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി പടവെട്ടി ജയിച്ച ചരിത്രം നമുക്കൊക്കെ മുമ്പിലുണ്ട്. ഞാൻ ഞങ്ങളുടെ കോഴിക്കോട്ടെ ഒരു സംഭവം പറയാം. വിജി എന്ന ഒരു സ്ത്രീ, അവർക്ക് കാര്യമായിട്ടൊന്നുമില്ല. അവർ കുറച്ച് സ്ത്രീകൾ കൂടിയിട്ട് ഒരു ടൈലറിങ് ഷോപ്പ് നടത്തുകയാണ് കോഴിക്കോട് നഗരത്തില്. അവിടെയുള്ള സ്ത്രീകൾ ഷോപ്പുകളിലൊക്കെ സ്ത്രീകൾ സാരിയൊക്കെ വിൽക്കാൻ നിൽക്കും, ഇരിക്കാൻ പാടില്ല. 8 മണിക്ക് ഇങ്ങോട്ട് വന്നാൽ ഷോപ്പ് തുറന്നാൽ ഈ പെൺകുട്ടികൾ ഇരിക്കാനേ പാടില്ല. ഭക്ഷണം കഴിക്കാൻ അവർ ടേൺ എടുത്താൽ പോവാം, അപ്പം മാത്രം ഒന്ന് ഇരിക്കാം 10-15 മിനിറ്റ്. നിന്ന് കാലിൽ ചോര ഇറങ്ങാന്ന് പറയും. അതൊക്കെ കൊണ്ട് സഹിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഒറ്റയ്ക്ക് പടവെട്ടിയ ഒരാളാണ് വിജി. ആ വിജിക്ക് സത്യം പറഞ്ഞാൽ പിന്നീട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അവരെ കുറിച്ചിട്ട് അവർക്ക് പല അവാർഡുകൾ വരുന്നു, ഇന്റർനാഷണൽ ആയിട്ട് അവർ ശ്രദ്ധേയാവുന്നു, നമ്മുടെ ഭാരതം മുഴുവൻ അവരെ അറിയുന്നു. അവരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടിയതാണ്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുമ്പേ ആയിരുന്നു, അവരുടെ പിന്നിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പല വനിതാ സംഘടനകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും ലീഡർഷിപ്പ് അവർ ഒറ്റയ്ക്കാണ് ചെയ്തത്. അവർക്ക് സാമ്പത്തികമായി ഒരു സഹായവും കിട്ടിയില്ല. അവർ നേരിട്ട് പോയിട്ട് പറഞ്ഞ് കാര്യങ്ങൾ നേടുകയാണ് ചെയ്തത്. പക്ഷെ അതിനുവേണ്ടി ഓടി നടന്ന് തളർന്നു. അവരിപ്പോൾ അവർ രോഗിയായി. നാട്ടുകാരെല്ലാവരും ചേർന്ന് ലൈഫിലെ കുറച്ച് പൈസയും ചേർത്ത് അതുപോലെ മറ്റുള്ളവരൊക്കെ കൂടി സഹായിച്ച് അവർക്ക് ചെറിയ മനോഹരമായ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് സാമ്പത്തികം കൊണ്ട് മാത്രമേ ശാക്തീകരണം ഉണ്ടാവൂ എന്ന് പറയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ജനങ്ങൾ കുറച്ചുകൂടി ഉദ്ബുദ്ധരാണ്, ജനങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ്. എങ്ങനെയാണ് ഇനി സ്ത്രീയിൽ ഈ തരത്തിലുള്ള ഈ പവർലെസ് ആയി പോകുന്നത്? നിങ്ങൾ എംപവറിങ് എന്ന് പറയുമ്പോൾ എന്താണ് സ്ത്രീയെ എംപവർ ചെയ്തത്? കുടുംബം വലിയൊരു ഘടകമായിരിക്കാം ഒരു സ്ത്രീയുടെ എംപവർമെന്റ്. എന്നാൽ ഈ എംപവർമെന്റിൽ തടസ്സം നിന്ന ഒന്ന് മതമാണ് എന്ന് പറയാൻ എനിക്ക് മടിയില്ല. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് സഭാപ്രസംഗി പറഞ്ഞത്. ആ സഭകളിൽ നിന്ന് സ്ത്രീകൾക്ക് സഭയിൽ സംസാരിക്കാനും സ്ത്രീകൾക്ക് പള്ളി കമ്മിറ്റിയിൽ അംഗങ്ങളാവാനും എന്തിനേറെ കമ്മിറ്റിയുടെ ഉയർന്ന സ്ഥാനത്ത് പോലും സ്ത്രീകളെ പ്രതിഷ്ഠിക്കാൻ തയ്യാറായി വന്നത് സഭയിലൊക്കെ ഉള്ളിൽ നടന്നിട്ടുള്ള റിനൈസൻസ് കൊണ്ടല്ല. സമൂഹത്തിൽ മൊത്തത്തിൽ നടന്ന ആ ഒരു മാറ്റത്തിൽ പിടിച്ചു നിൽക്കാനാവാത്തത് കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യൻ സഭകൾ, എനിക്ക് അവരെ കാര്യമില്ലേ പറയാനാവുള്ളൂ, ക്രിസ്ത്യൻ സഭകൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തത്. എന്നാൽ കത്തോലിക്ക സഭയെ പണ്ടൊരു കാലത്ത് നമുക്കറിയാം, ഡേവിഡ് യാലോപ്പിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്, ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. അതിലെങ്ങനെയാണ് ഒരു മാർപ്പാപ്പയെ കുറേശ്ശെ വിഷം കൊടുത്ത് രോഗിയാക്കി പോന്നത് എന്നതിനെ കുറിച്ച് അയാൾ പറയുന്നുണ്ട്. സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല, വിശ്വസനീയമാണ് എന്ന് അയാൾ പറയുന്നു. അതിനെക്കുറിച്ച് പേപ്പസി പ്രതികരിച്ചത്, ഈ ഡേവിഡ് യാലോപ്പിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ എന്തുണ്ടായിരുന്നു? പേപ്പസി ഉണ്ടായിരുന്നു. ഇയാളും ഇയാളുടെ അണികളും ഒക്കെ ചത്തു മണ്ണടിഞ്ഞാലും ഈ പേപ്പസി നിലനിൽക്കുമെന്ന അഹങ്കാരത്തോടെ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. കാരണം വേണ്ട, അത് നമുക്ക് പറഞ്ഞത് വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹമില്ല എനിക്ക്. ഒരു ഓഡിറ്റിംഗ് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ചില പണമൊക്കെ എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചാൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന ചരിത്രം രാജാക്കന്മാർക്ക് മാത്രമല്ല, സർക്കാരിന് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അത് ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. കുടുംബത്തിൽ പോലും അങ്ങനെ നടക്കും. ചില രഹസ്യങ്ങൾ കുടുംബത്തിലെ ഒരംഗം കണ്ടുപിടിച്ചാൽ ആ അംഗത്തെ ഇല്ലായ്മ ചെയ്യാൻ മടിയില്ലാത്ത കുടുംബങ്ങളുണ്ട്. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് അവിടെ പാത്രം നടന്നു എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സംസ്കാരം മുന്നോട്ട് പോകും തോറും ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു തരത്തിൽ പണ്ട് വളരെ പ്രാചീനം അപരിഷ്കൃതം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന രീതിയിലുള്ള പെരുമാറ്റം കുറഞ്ഞു വരണം. അതുകൊണ്ട് സ്ത്രീയെ എല്ലാ മതങ്ങളും എപ്പോഴും കെട്ടിയിടുകയായിരുന്നു, പുറത്തിറങ്ങാതെ. അതിനവർ നിരത്തിയ കാരണങ്ങൾ പലതായിരുന്നു. സ്ത്രീ അബലയാണ്, ചപലയാണ് എന്നൊക്കെ പറയുകയും പുറത്തു പോയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും, ഈ മാനഭംഗം എന്നതിൻ്റെയൊക്കെ നിർവചനം തന്നെ മാറ്റണം. എന്നെ നോക്കി ഒരു പൈസ പോലും കക്കാത്ത എന്നെ നോക്കി എന്നോട് നിങ്ങൾ കള്ളിയാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്കതൊരു മാനഭംഗമാണ്. എൻ്റെ അഭിമാനത്തിന് എന്ത് സംഭവിക്കുന്നു? ഭംഗം വരികയാണ്.
അപ്പോൾ വാക്കുകളുടെ അർത്ഥം പോലും കാലം കഴിയുമ്പോൾ മാറും കേട്ടോ. ജോർജ് ഓർവെൽ 1986 എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 84 ബുക്കില്. കുറെ കഴിയുമ്പോൾ വാക്കിന്റെ അർത്ഥമൊക്കെ മാറും. ഫ്രീ എന്ന വാക്കിന്റെ അർത്ഥം ദിസ് പ്ലാൻ ഈസ് ഫ്രീ ഓഫ് പെസ്റ്റ് എന്നായി മാറും. ഫ്രീഡം, ഫ്രീ വിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആത്മരോഷം കൊള്ളുന്ന ഒരു കാലമൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇത്രമാത്രം ചെറുതായി മാറുമെന്നാണ് പറയുന്നത്. അറിയില്ല എനിക്ക്, ഞാൻ ആരെയും കോട്ട് ചെയ്തുകൊണ്ട് ഇവരാണ് ലോകത്തെ നാളെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്ന് പറയില്ല. ലോകത്തിന് ഏത് സമയത്തും മാറ്റം സംഭവിക്കാം. നമുക്ക് 100% പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. BBC ഒരിക്കൽ കാൾ മാർക്സിനെ പറ്റി പറഞ്ഞതുപോലെ യേശുക്രിസ്തുവാണല്ലോ ജൂത സമൂഹത്തിലെ ഏറ്റവും പ്രമുഖനായ പ്രൊഫറ്റ്. കാൾ മാർക്സിനെ കുറിച്ച് അവർ പറഞ്ഞതാണ് BBC the last of the Jewish prophets എന്നാണ് കാൾ മാർക്സിനെ വിശേഷിപ്പിച്ചത്. പലപ്പോഴും നമുക്ക് തോന്നും കാൾ മാർക്സ് എഴുതിയ പല കാര്യങ്ങളും കോട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഭർത്താവ് പറയും, ഇതാ നോക്കൂ കാൾ മാർക്സ് ഇങ്ങനെ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങൾ വരുന്നു. അപ്പോഴും ഞാൻ പറയും കാൾ മാർക്സ് പറഞ്ഞത് സന്ദർഭവശാൽ ഒത്തുവരുന്നത് 100% അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കാതെ മുന്നോട്ട് പോകണം. ഇത് സ്ത്രീകളും ചെയ്യണം, പുരുഷന്മാരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീക്ക് എംപവർമെന്റ് ഉണ്ടാക്കുന്നതിൽ വലിയ ഒരളവോളം പുരുഷനും പങ്കുണ്ട്. എന്ന് വെച്ചാൽ വേണ്ടാതെ അവളെ സംരക്ഷിച്ച് ഞാനില്ലാതെ നീ പുറത്തേക്ക് പോകരുത്, ഞാനില്ലെങ്കിൽ വാതിൽ തുറക്കരുത്, ഞാൻ പോയാൽ ഉടനെ വാതിൽ പൂട്ടിയിടണം. ആ ഞാൻ എന്ന ആണാണ് ഈ സ്ത്രീയുടെ സംരക്ഷകൻ എന്ന ഒരു ഓവർ കോൺഫിഡൻസ് പുലർത്തുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ചു ചിന്തിക്കണം. വീട്ടിൽ പോയി സ്ത്രീകളോടും പെൺമക്കളോടും പറയണം, സ്വന്തമായി നിൽക്കാൻ, ഭയമില്ലാതെ ജീവിക്കാൻ, ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ഒരുക്കം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കോഴിക്കോട് സത്യത്തിൽ സ്ത്രീ പീഡനം കഴിഞ്ഞ് പിന്നെ നടക്കുന്നത് ശിശു പീഡനമാണ്, അല്ലെ കൗമാരക്കാരെ പീഡിപ്പിക്കലാണ്. അത് പെൺകുട്ടികളെക്കാൾ ഏറെ നടക്കുന്നത് ആൺകുട്ടികളിലാണ്. അത് നമുക്ക് പ്രശ്നമല്ല. പെൺകുട്ടിക്ക് പീഡനം വരുമ്പോഴേക്കും നമ്മൾ വലിയ കാര്യമായിട്ട്, സാധാരണ അറിയാലോ പ്രത്യേക സ്വഭാവത്തെ കുറിച്ച്, അതാണ് അത് കണക്കുകൾ ഇപ്പം അതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ പീഡനം എന്നതിന് കുറെ അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ കുട്ടിയെയും ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. പൂനെയിൽ നിന്ന് ഒരു മലയാളി അച്ചായനെ, കോട്ടയത്തുകാരൻ അച്ചായനെ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ മലയാളികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ വലിയ വീട് വെച്ചിട്ടും കാറ് വെച്ചിട്ടും ഒരു കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ സംരക്ഷിക്കുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ എനിക്ക് 2-3 ബ്രദേഴ്സാണ്. ബസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരുത്തൻ എന്നെ തോണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയി പരാതി പറഞ്ഞാൽ എൻ്റെ ബ്രദർ എനിക്കൊന്നും തരും. നാണലിടി നിനക്കുന്ന ചോദിക്കും, എന്തിനാ ഞങ്ങൾ തീറ്റ നിന്റെ കയ്യും കാലമൊക്കെ വളർന്ന് കോട്ടുകായത്തിലെ തിരിച്ചവന് എന്ന് ചോദിക്കും എൻ്റെ ബ്രദർ. ഞാൻ നിങ്ങളുടെ മലയാളികളെ കല്യാണം കഴിച്ചിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുത്തൻ എന്നെ തോണ്ടി, ഞാൻ പുറകോട്ട് നോക്കിയിട്ട് അവരെ 4 ചീത്ത പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് മിണ്ടല്ലേ ഇരിക്ക് എന്ന് പറഞ്ഞ് എന്നെ മൗനിയാക്കി എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അത് നമുക്ക് ഒരു പാഠമാണ്, നമുക്കൊരു പാഠമാക്കണം. നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ ഭാര്യമാരെ ഒക്കെ നമ്മൾ എന്തായിട്ട് വളർത്തണം, ധൈര്യമുള്ളവരാക്കി വളർത്തണം. ഇങ്ങനൊരു സംഭവം ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാനപ്പോൾ ഒരു വളരെ, അച്ഛനൊക്കെ ചിന്തയിൽ അങ്ങനെയാണെങ്കിൽ പോലും ശീലത്തിൽ കുറച്ചൊക്കെ ഓർത്തഡോക്സ് ആയിരുന്നു എന്ന് പറയാനും വയ്യ. എന്നാലും മറ്റുള്ള കുട്ടികളെക്കാളൊക്കെ എനിക്ക് സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ എൻ്റെ അച്ഛനും കുറച്ചുകൂടി പുറകോട്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ബസ്സിൽ വെച്ച് ആരെങ്കിലും എന്നെ തോട്ടുമൊക്കെ ചെയ്താലും ഞാൻ കഴിയുന്നത്ര ഈ ബസ്സിന്റെ ഇടയിലേക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയുള്ളൂ. അത്ര പോലും ആദ്യമൊന്നും പ്രതികരിച്ചിരുന്നില്ല. പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ പറയും, നീ എന്ത് വൃത്തിയാണ് മനുഷ്യ കാണിക്കണത് എന്ന് ചോദിക്കും. നിനക്ക് മാറി നിന്നുകൂടെ, എന്തിനാണ് ഇങ്ങനെ സ്ത്രീകളുടെ അടുത്ത് വന്ന് നിന്നിട്ട് വൃത്തികേട് കാണിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഒരു ഉളുപ്പ് നാണം ഇല്ലാത്ത ഓരോ ഞരമ്പ് രോഗികളാണ് കുറെ പേര്. ഒരുത്തൻ ഒരു പോലീസുകാരനായിരുന്നു, അയാൾ മഫ്റ്റി കയറിയിട്ടാണ് ഞങ്ങളുടെ കോളേജ് ബസ്സിൽ കയറിയിട്ട് വൃത്തികേട് കാണിക്കുന്നത്. അങ്ങനെ കോളേജ് ബസ്സൊക്കെ ഉണ്ടാക്കി കോളേജിലേക്ക് ലേഡീസ് ഓൺലി. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു നാണക്കേടായിരുന്നു നമുക്ക്. പെൺകുട്ടികൾക്ക് മാത്രം സഞ്ചരിക്കാൻ ഒരു ബസ് ഉണ്ടാക്കുമ്പോൾ അത് ഈ സമൂഹത്തിന്റെ അപമാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാനത് ചിന്തിക്കാം. അന്ന് ഞാൻ ഹാവൂന്ന് ശ്വാസം വിട്ടത് ഞങ്ങൾക്കൊരു ബസ് അനുവദിച്ച് കിട്ടിയപ്പോഴാണ്. മുക്കം കോഴിക്കോട് പോയ പ്രൊവിഡൻസ് കോളേജ്, അങ്ങനൊരു ബസ്. അതിലൊരു 10-50 വയസ്സുള്ള മനുഷ്യൻ ഇങ്ങനെ കയറും എന്നും ഞങ്ങളെ അകത്തേക്ക് കയറ്റാൻ സഹായിക്കാൻ വേണ്ടി കിളി എന്ന രൂപത്തിൽ നിൽക്കും. അയാൾ ഈ കുട്ടികളെ തോണ്ടാൻ മാത്രം. അപ്പൊ കുട്ടികൾ വന്ന്, ഞാൻ ചേച്ചിയാണ് കേട്ടോ അന്ന്, ബീനേച്ചി, ഇയാൾ ഇതാ ഇങ്ങനെ ചെയ്യും, അതിനാട്ടോ അയാൾ നമ്മുടെ ബസ് കയറുന്നതെന്ന് പറഞ്ഞു. അന്ന് ലേഡീസ് ഓൺലി ആക്കിയില്ല, അന്ന് ലേഡീസ് ഓൺലി ആക്കിയില്ല. ഈ മുക്കം കോഴിക്കോട് പോയ പ്രൊവിഡൻസ് കോളേജ് ആദ്യം കയറാം ആ കാലം. അപ്പൊ ഞാനൊരു കാനോട് ചോദിച്ചു, ഞാൻ കിളിയാണ് ഇവിടുത്തെ, താൻ പുറകിൽ പോയി നിൽക്കുന്നു പറഞ്ഞു. താൻ പുറകിൽ പോയി നിൽക്കും, ഞാൻ ആയിക്കോളാം കിളി എന്ന് പറഞ്ഞ് ഞാൻ ആ ബസ്സിന്റെ ഡോറിൽ അവിടെ നിന്നു. എൻ്റെ കുട്ടികളൊക്കെ കയറാനും ഇറങ്ങാനുള്ള കാര്യമൊക്കെ ഞാൻ തന്നെ പറഞ്ഞു, കാരണം അത്രയും തിരക്കാണ്. അങ്ങനെയൊക്കെ സഹിച്ചിട്ടാണ് അവസാനം ലേഡീസ് ഓൺലി അവർ ഓടിച്ചത്. ഇന്നും ആ ലേഡീസ് ഓൺലി അതിൽ ഓടുമ്പോൾ എനിക്ക് സങ്കടം. 78 ഞാൻ കോളേജ് വിട്ടു പോന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു.
എന്നിട്ട് ഇന്നും ഒരു ലേഡീസ് ഓൺലി ബസ് എൻ്റെ മുമ്പിലൂടെ മുക്കം വയ കോഴിക്കോട് വയ പ്രൊവിഡൻസ് കോളേജ് ഓടുമ്പോൾ ആദ്യമൊക്കെ ഒരു അഭിമാനമായിരുന്നു കേട്ടോ എനിക്കായി. ഞാനൊക്കെ സമരം ചെയ്ത് കൊണ്ടുവന്ന ബസ്സാണെന്ന്. ഇപ്പോൾ എനിക്ക് ലജ്ജാകരമാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ കേരളം സ്ത്രീപക്ഷ കേരളം എന്ന് പറയുമ്പോഴും നമുക്ക് സ്ത്രീക്കും പുരുഷനും വേണ്ടി വെവ്വേറെ ബസ്സുകൾ ഓടിക്കേണ്ടി വരുന്നു എന്നത് ഈ സാക്ഷര കേരളത്തിനും ഈ പരിഷ്കൃത കേരളത്തിനും ലജ്ജാകരമാണ്. സ്ത്രീ ശാക്തീകരണം എന്നത് സാമൂഹ്യ ശാക്തീകരണം കൂടിയാണ്. അവിടെ ഫാമിലിയുണ്ട്, മതമുണ്ട്, ജോലി ചെയ്യുന്നിടമുണ്ട്, നമ്മൾ ഇടപഴകുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം എന്നതിലേക്ക് ഒരു സാമ്പത്തികം മാത്രം കൊടുത്തത് കൊണ്ടുപോരാ. സാമ്പത്തികം ഒരളവോളം ശാക്തീകരണത്തിന് ബലം കൊടുക്കും, സംശയമില്ല. ആരോഗ്യമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഒരു ശാക്തീകരണം വേണം. ആരോഗ്യത്തിന് നന്നായി എക്സസൈസ് ചെയ്യുകയും അതിനെ തൊഴിലെടുക്കുക. ഇത് വെറുതെ ഇരുന്ന് വെറുതെ തിന്നുക ചെയ്യുന്ന പല ആൾക്കാരും. അങ്ങനെ വരുമ്പോൾ ഒരു 45-50 വയസ്സായപ്പോഴേക്കും കുടവണ്ടിയൊക്കെ ചാടി ഏങ്ങി വലിഞ്ഞ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ആയി പിന്നെ ഒരു വഴി ചെയ്യാൻ വയ്യാത്ത രോഗിയായി സ്ത്രീ മാറും. അത് സ്ത്രീ ശാക്തീകരണം മാത്രമല്ല, പുരുഷ ശാക്തീകരണത്തിലും മൊത്തം സമൂഹം അനുവർത്തിക്കേണ്ട ചില ഭക്ഷണ രീതികളും വ്യായാമശീലികളും അധ്വാനശീലങ്ങളും ഉണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ ഏത് ജോലിയിലും സ്ത്രീകളെ സഹായിക്കണം. രണ്ടുപേരും രാവിലെ ഒരുമിച്ച് എഴുന്നേറ്റ് ജോലി ചെയ്യണം. 36 വർഷമായിട്ട് കല്യാണം കഴിച്ച് 36ാമത്തെ വിവാഹ വാർഷികത്തിന്റെ ദിവസം വരികയാണ്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തീരെ വയ്യ, ഞാൻ എവിടെയോ പോയി ഓടി വന്നു, വിശന്നിട്ടാ വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തോട്, അതല്ല ഞാൻ ഓടി വന്നപ്പോൾ മോളുണ്ട്, ഞാൻ ചോദിച്ചു മോളെ പിന്നെ അച്ഛന് ചായ കൊടുത്തു. ഉടനെ അവൾ എന്നോട് അങ്ങോട്ട് ചാടി. അമ്മയുടെ മുഖം കണ്ടാൽ മതി, അമ്മയ്ക്കാണ് ഇപ്പോൾ ഒരു ചായ തരേണ്ടത് അച്ഛൻ, അല്ലാതെ അമീബ മുതൽ ആന വരെ അവനവന്റെ ഭക്ഷണം കണ്ടുപിടിക്കുമ്പോൾ ഈ മനുഷ്യനാണ് എല്ലാ സൃഷ്ടിയുടെയും മകുടം എന്ന് പറഞ്ഞ് കായിക ബലം കൂടുതലുണ്ട് എന്ന് അഹങ്കരിക്കുന്ന പുരുഷന്മാർ ഒരു പണിയെടുക്കാതെ കസേരയിൽ ഇരുന്നിട്ട് ഈ കുടുംബം പോറ്റുന്ന അമ്മ ഏറെ പണിയെടുത്ത് തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നത് അച്ഛന് ചായ കൊടുത്തോന്നാണ്. കൊടുക്കരുത് അമ്മേ എന്നവൾ എന്നോട് പറഞ്ഞു. ബുദ്ധന് ബോധോദയം ഉണ്ടായി എന്ന് പറഞ്ഞ മാതിരി സത്യം പറഞ്ഞ അവസ്ഥ. എനിക്കൊരു ബോധോദയം ഉണ്ടായത് ശരിക്കും ഞാൻ പറയാട്ടോ, റെവലേഷൻ ഉണ്ടായത് അപ്പോഴാണ്. ശരിയാണല്ലോ, യുക്തിസഹമായി ചിന്തിക്കാൻ പഠിപ്പിക്കാതെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന പുതുതലമുറ എന്നൊന്നും ഞാൻ പറയും. നമ്മൾ പരസ്പരം യുക്തിസഹമായി ചിന്തിക്കണം. അത് ഇരിക്കാൻ സമയം വേണം, സംഘം ചേരാൻ സമയം വേണം, ചർച്ച ചെയ്യാൻ സമയം വേണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ആകട്ടെ ആദ്യത്തെ തുടക്കം. അങ്ങനെ ഒരു സമൂഹമായി മാറുമ്പോൾ അവിടെ സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടവളാകും. അല്ലാതെ വർത്തമാനം പറഞ്ഞിട്ടും സിംബോസിയങ്ങൾ നടത്തിയിട്ടും മാത്രം കാര്യമില്ല. നടത്തുന്നിടത്ത് അവരവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ തൊട്ടുകൊണ്ട് പറയാൻ, അത് പുരുഷനോടും കൂടി പറയാൻ ആർജവം കാണിക്കുമ്പോൾ സമൂഹം മൊത്തത്തിൽ ശാക്തീകരിക്കപ്പെടുകയും അതിലൂടെയും സ്ത്രീ ശാക്തീകരിക്കപ്പെടും. സ്ത്രീക്ക് സാമ്പത്തികമായ മുന്നേറ്റത്തിന് സഹായിക്കുന്ന നിയമങ്ങളെല്ലാം ഈ കേരളം കൂടുതലായി ഇപ്രാവശ്യത്തെ ബജറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചു. സ്ത്രീകൾക്കായി എന്തുമാത്രം കാര്യങ്ങളാണ് കേന്ദ്രവും ചെയ്യുന്നുണ്ട്. കേന്ദ്രം ഒരു പരിപാടി തുടങ്ങിയാൽ അത് 150% വിജയിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് നമ്മുടെ പ്രത്യേകത. പലയിടത്തും കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ പുസ്തകത്താളുകൾ ഒതുങ്ങുമ്പോൾ അതിനെ 150% വിജയിപ്പിക്കാനുള്ള ആർജവം കാണിക്കുന്ന സർക്കാരുകൾ എവിടെയുണ്ട്? ഈ കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഈ കുടുംബശ്രീയൊക്കെ ലോകത്തിന് തന്നെ മാതൃകയാണ് കേട്ടോ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പണ്ടേ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിന് ഇത്രമാത്രം ഇഫക്റ്റീവായി കൊണ്ടുവരാൻ കാര്യം നമ്മൾ പറയും അവർ മൈക്രോ ഫിനാൻസ് ഉപയോഗിച്ചാൽ ജീവിക്കുന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. അത് കാണാം ആ സ്ത്രീകളെയൊക്കെ. ഞങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിലെ ഓക്സിലറി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കേരളം മൊത്തത്തിൽ കുടുംബശ്രീയുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സങ്കടം എന്താ വെച്ചാൽ അവിടെ ഈ സ്ത്രീകളെ മാത്രമാണ് പരിഗണിച്ചത്. വാസ്തവത്തിൽ പുരുഷന്മാരെ തീരെ അവഗണിക്കരുത്. കാരണം സമൂഹം സ്ത്രീയെ കൊണ്ട് മാത്രമല്ല. ഒരു വിഭാഗത്തിനെ മാത്രം നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവിഭാഗത്തിന് സ്വാഭാവികമായും എന്തുണ്ടാവും? അമർഷവും വെറുപ്പും ഉണ്ടാവും. സീരിയലുകളിൽ കാണുന്ന ഇത്രമേൽ ദുഷ്ടകളായ സ്ത്രീ കഥാപാത്രങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് നിരന്തരം സീരിയലുകൾ ടിവികളിൽ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം എഴുതുന്ന ആരാ? പുരുഷന്മാരാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാരനെ ഇന്നാൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സർ ഒരു കാര്യം ചോദിച്ചോട്ടെ, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് എവിടെയോ അങ്ങനെ വേണമെന്ന് തോന്നാറുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾ ഒരു എണ്ണത്തിന് സ്ത്രീകൾക്ക് വിചാരിക്കുന്ന ഒരു കരുണയോ സ്നേഹമോ ഒന്നുമില്ലാത്തവറ്റകളാണ് എൻ്റെ അമ്മയും ചെറിയമ്മമാരും ഒക്കെ എന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പരിചയവട്ടത്തിലുള്ള സ്ത്രീകളൊക്കെ തന്നെ ഒരു നല്ല ഗുണവും ഇല്ലാത്തവറ്റകളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ വർഗത്തോട് തന്നെ അദ്ദേഹത്തിന് ദേഷ്യമായിട്ടാണ്.
അത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം, ഈ സീരിയൽ എഴുതുന്നവന്മാരുടെ ഒക്കെ ജീവിതത്തിൽ സ്ത്രീകൾ ഇങ്ങനെ ഭയങ്കര താടകങ്ങളായിട്ട് ഇവരെയൊക്കെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ടെങ്ങാനാണോ അവരെപ്പോഴും ഇങ്ങനെ വൃത്തികെട്ട സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്? അതോ അവർക്ക് മനസ്സിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് സ്ത്രീകൾ എന്ന് കണ്ടുപഠിച്ചിട്ട് സ്ത്രീകളെല്ലാവരും വെറുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇങ്ങനെയുള്ള സീരിയലുകൾ കുറെ കണ്ടാലും കൗമാരക്കാരായ കുട്ടികളും ലോറി ഡ്രൈവർമാരും ഒക്കെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ മുതിർന്നാൽ നമുക്ക് അത്ഭുതം തോന്നേണ്ടതില്ല. നമ്മളറിയാതെ നമ്മുടെ സമൂഹത്തിൽ, കൊമേഴ്സിന് വേണ്ടി എന്തും ചെയ്യുന്ന സമൂഹത്തിൽ നമ്മളറിയാതെ സ്ത്രീയെ ഇത്തരത്തിലുള്ള ഒന്ന് മാത്രമാണ്, ഒരു ഉപഭോഗ വസ്തു എന്നതിനപ്പുറത്തേക്ക് ബഹുമാനം കൊടുക്കാത്ത തരത്തിൽ